ഇതിൽ നമുക്ക് വിശിഷ്ട അതിഥി ആയി ലഭിച്ചിട്ടുള്ളത് കേരളത്തിലെ വളരെയേറെ ശ്രദ്ധേയനായ സാഹിത്യകാരൻ, നോവലിസ്റ്റ്, വിവർത്തകൻ എന്ന നിലയിലൊക്കെ തന്നെ വളരെ സുപരിചിതനായ ശ്രീ ടി.ഡി. രാമകൃഷ്ണൻ സാറാണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഈ സദസ്സിൻ്റെ പേരിൽ, നമ്മുടെ ഗ്രാമാംഗങ്ങളുടെ പേരിൽ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യും. ഞാൻ അദ്ദേഹത്തിൻ്റെ മറ്റ് നോവലുകളിലേക്കോ മറ്റൊന്നും തന്നെ കടക്കുന്നില്ല. മിക്കവാറും ഇവിടെ ഇരിക്കുന്ന ആളുകളൊക്കെ തന്നെ വായനക്കാരാണ് എന്നതുകൊണ്ട് തന്നെ ഇതൊക്കെ തന്നെ ധാരാളം അറിയുന്ന ആളുകളുമാണ്. ആണ്ടാൾ ദേവനും ഫ്രാൻസിസ് ഇട്ടിക്കോരയും ഒക്കെ തന്നെ വളരെ പ്രശസ്തമായ നോവലുകളാണ്. മറ്റൊരാളെ എത്താമെന്ന് ഏറ്റിരുന്നത് ശിഹാബുദ്ദീൻ പൊയ്ത്തുകടവാണ്. അദ്ദേഹം എത്തിച്ചേർന്നിട്ടില്ല. സുരേന്ദ്രൻ മങ്ങാട്ട്, അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. കഥ, തിരക്കഥ, സംഭാഷണം, ചെറുകഥ എന്നീ മേഖലകളിൽ വളരെ പ്രശസ്തനായ ഒരു ഒരു എഴുത്തുകാരനാണ് അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് ഈ സദസ്സിൻ്റെ പേരിൽ, ക്യാമ്പാംഗങ്ങളുടെ പേരിൽ, കതിർ സാഹിത്യവേദിയുടെ പേരിൽ, ശിഖയുടെ പേരിൽ സ്വാഗതം ചെയ്യും. ലിസി നമ്മുടെ അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരിയാണ്. തൃശ്ശൂർ ജില്ലയിലാണ് അവരുടെ വീട്. അവർ ഈ ക്യാമ്പിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അവർക്ക് സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഈ ക്യാമ്പാംഗങ്ങളുടെ പേരിൽ, കതിരിൻ്റെ പേരിൽ സ്വാഗതം ചെയ്യും. നമ്മുടെ ജില്ലക്കാരൻ കൂടിയായിട്ടുള്ള, കൊടുങ്ങല്ലൂരുകാരൻ തന്നെ കൂടിയായിട്ടുള്ള, നല്ല ഒരു വായനക്കാരൻ കൂടിയായിട്ടുള്ള, ഈ ക്യാമ്പിലെ ഇതും കൂടിയാണ് അദ്ദേഹത്തെ ഈ സദസ്സിന് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. ഈ ക്യാമ്പിന് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. മെഹറൻ ന്യൂസ നമ്മുടെ ഈ സദസ്സിൻ്റെ അധ്യക്ഷ കൂടിയാണ്. ഈ ക്യാമ്പിലെ ഒരു അംഗം കൂടിയാണ്. അവരെ ഔപചാരികതയുടെ പേരിൽ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. രഞ്ജിനി, അദ്ദേഹം NGP-ആണ്. അവർക്ക് ഈ ക്യാമ്പംഗം കൂടിയാണ്. ഈ നമ്മുടെ ഓരോരുത്തരുടെ പേരിൽ, ഔപചാരികതയുടെ പേരിൽ സ്വാഗതം പറയുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ ഈ ക്യാമ്പിൽ എടുത്തുകൊണ്ട് ഈ ക്യാമ്പിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന, ഈ ക്യാമ്പിൻ്റെ എല്ലാമായ രാവുണ്ണി മാസ്റ്റർ, അതുപോലെ തന്നെ ശ്രീജ ടീച്ചർ, പേരെടുത്ത് പറയേണ്ടുന്ന നിരവധി വ്യക്തിത്വങ്ങൾ ഇവിടെയുണ്ട്. ഒരു ദീർഘഭാഷണത്തിന് മുതിരാതെ തന്നെ ഓരോ ആളുകളെയും അവരുടെ വ്യക്തിത്വത്തെ അതേപടി തന്നെ സ്വീകരിച്ചുകൊണ്ട്, അംഗീകരിച്ചുകൊണ്ട് എല്ലാവർക്കും ഈ ക്യാമ്പാംഗങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ പ്രത്യേകം സ്വാഗതം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ അധ്യക്ഷനായിട്ട് മെഹറൻ ന്യൂസയെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. നോവൽ ഭൂമിക കഥാഭൂപടം എന്ന ഈ സെഷനിൽ ഇന്ന് കതിർ ക്യാമ്പിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന പ്രതിഭാധനരായ എഴുത്തുകാരുടെ കൂടെയാണ് നമ്മൾ ഇരിക്കുന്നത്. ഒരൊറ്റ കഥാപാത്രത്തിലൂടെ മലയാളിയുടെ ഹൃദയത്തിലേക്ക് കയറിയ ടി.ഡി. രാമകൃഷ്ണൻ എന്ന നോവലിസ്റ്റിനെ, അതല്ലെങ്കിൽ വിവർത്തകനെ ഈ ക്യാമ്പിന് ലഭിച്ചത് തന്നെ വളരെ ഭാഗ്യമായി കരുതുന്നു. മലയാളി ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ഒരു നായക സങ്കല്പത്തെ മലയാളിക്ക് പരിചയപ്പെടുത്തിയ, ഒരു സിനിമയിലൂടെയോ മറ്റൊരു ചെറുകഥയിലൂടെയോ ഒരു നോവലിലൂടെയോ നാം ഫ്രാൻസിസ് ഇട്ടിക്കോര എന്ന ഒരു കഥാപാത്രത്തെ അറിഞ്ഞിട്ടില്ല.
അതല്ലെങ്കിൽ അത്തരം ശക്തനായ ഒരു ക്യാരക്ടർ ഇതിനു ഉണ്ടായിട്ടുണ്ടോ എന്ന് പോലും സംശയിച്ചു പോകുന്ന രീതിയിലേക്ക് ഫ്രാൻസിസ് സിറ്റിക്കോര കേരളത്തിൽ ജീവിച്ചിരുന്നു എന്ന് മലയാളി വിശ്വസിക്കുന്നിടത്തേക്ക് ഒരു കഥാപാത്രത്തെ വളർത്തിയെടുക്കാൻ ഒരു കഥാകൃത്തിനായി, ഒരു നോവലിസ്റ്റിനായി എന്നുള്ളത് വളരെ സന്തോഷപ്രദമായ കാര്യമാണ്. അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള സുഗന്ധി എന്ന നോവലിനെ കുറിച്ചും ഓർത്തെടുക്കുകയാണ്. വളരെ സന്തോഷപൂർവ്വം ഈ സെഷനിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൻ്റെ ഒരു സന്തോഷം കൂടെ വ്യക്തിപരമായിട്ട് അറിയിക്കുകയാണ്. നമുക്ക് അതുപോലെ നമ്മോടൊപ്പം സംസാരിക്കുന്ന സദേൺ റെയിൽവേ ഉദ്യോഗസ്ഥൻ കൂടിയാണ് നമ്മുടെ എഴുത്തുകാരനായിട്ടുള്ള ടി.ഡി. രാമകൃഷ്ണ മാഷ്. അടുത്തതായിട്ട് നമ്മോട് സംസാരിക്കാൻ എത്തിയിട്ടുള്ള സുരേന്ദ്രൻ മങ്ങാട്ട് നമ്മുടെ ജില്ലക്കാരനാണ്. അദ്ദേഹം പോലീസ് സേവനം അനുഷ്ഠിക്കുന്ന ജോലി ചെയ്യുന്ന ഒരാളാണ്. ആ തിരക്കിനിടയിലും നോവലുകൾ എഴുതാൻ അദ്ദേഹം സമയം കണ്ടെത്തുകയും തൻ്റെ സർഗസൃഷ്ടി അതിനുവേണ്ടി ചിലവഴിക്കുകയും ചെയ്യുന്നതിലും നല്ല നല്ല നോവലുകൾ മലയാളക്കരയ്ക്കായി സമ്മാനിച്ചിട്ടുണ്ട്. അത് അടുത്തായിട്ട് നമ്മളോടൊപ്പം ഉള്ളത് എഴുത്തുകാരിയായിട്ടുള്ള ലിസി, ഒരു നമ്മുടെ ജില്ലക്കാരിയാണ്. വളരെ അഭിമാനപൂർവ്വം ഈ സെഷനിലേക്ക് ഇവരുടെ എല്ലാവരുടെയും സംഭാവനകൾ, അല്ലെങ്കിൽ നമ്മൾ ഓരോ സാഹിത്യവുമായിട്ട് സഞ്ചരിക്കുന്ന നമുക്ക് അവരുടെ ഓരോ വാക്കുകളും ഇനിയുള്ള മുന്നോട്ടുള്ള സഞ്ചാരത്തിൽ സഹായകമാവുമെന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ പരിപാടിയിൽ സംവദിക്കാൻ വേണ്ടി ടി.ഡി. രാമകൃഷ്ണൻ മാഷിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. സാഹിത്യ ക്യാമ്പിൻ്റെ എല്ലാമായ പ്രിയപ്പെട്ട രാമനാഥൻ, ഈ സെഷൻ്റെ അധ്യക്ഷ മെഹറിൻ നിസ, പ്രിയ എഴുത്തുകാരായിട്ടുള്ള സുരേന്ദ്രൻ മങ്ങാട്ട്, ലിസി, ബാൽ, ക്യാമ്പിലെ പ്രിയപ്പെട്ട അംഗങ്ങൾ, സുഹൃത്തുക്കൾ, വളരെ സന്തോഷം ഇങ്ങനൊരു ക്യാമ്പിൽ വരാനും നിങ്ങളോട് സംസാരിക്കാനും ഒരു അവസരം കിട്ടിയിരുന്നു. അതിനെന്നെ ക്ഷണിച്ചതിന് ആദ്യമായിട്ട് നിങ്ങളോട് നന്ദി പറയുന്നു. സാഹിത്യ ക്യാമ്പുകൾ ഇപ്പോൾ വളരെ സജീവമായി കേരളത്തിൽ പുറത്തൊക്കെ ധാരാളമായി നടക്കുന്നൊരു കാലം. സാഹിത്യ ക്യാമ്പുകളിൽ നിന്ന് പുതിയ എഴുത്തുകാരുണ്ടാകുന്നുണ്ടോ, അല്ലെങ്കിൽ എഴുത്തിനെ പറ്റി അത് എന്തെങ്കിലും പഠിപ്പിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യങ്ങളൊന്നും മാത്രം പ്രസക്തമാകാമെന്ന് എനിക്ക് തോന്നുന്നു. മറിച്ച് എഴുത്തുമായി ബന്ധപ്പെട്ട ഒരുപാട് പേർക്ക് ഒരുമിച്ച് ചേരാനും പരസ്പരം മനസ്സിലാക്കാനും പരസ്പരം സംസാരിക്കാനും ആ ഒരു ഇതിൽ 2-3 ദിവസത്തിൽ കഴിയാനൊക്കെ ഉള്ളൊരു അവസരം കിട്ടുന്നത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. എഴുത്ത് വളരെ വ്യക്തിപരമായി നമ്മൾ ഒറ്റയ്ക്ക് വളരെ ഏകാന്തമായൊരു സ്ഥലത്ത് ഇരുന്ന് നിർവഹിക്കുന്ന ഭാഷ ഉപയോഗിച്ചിട്ടുള്ളൊരു കലാപ്രവർത്തനം. മറ്റ് പല കലാപ്രവർത്തനങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് വലിയ ഗ്രൂപ്പായിട്ടല്ല. പക്ഷെ അതേസമയം തന്നെ ഇത്തരം ക്യാമ്പുകൾ നമ്മൾക്ക് വളരെ വ്യത്യസ്തമായ ചിന്തകളുള്ള, വ്യത്യസ്തമായ വ്യക്തിത്വങ്ങളുള്ള, വ്യത്യസ്തമായ ധാരണകളുള്ള ആളുകൾക്ക് പരസ്പരം മനസ്സിലാക്കാനും അറിയാനും ഉള്ളൊരു അവസരം ഉണ്ടാക്കും. ഞാൻ ഈ ക്യാമ്പിൽ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഞാൻ ആലോചിച്ച്, ഞാൻ എഴുതുന്നതിന് മുമ്പുള്ള കാലത്ത് ഒരു ക്യാമ്പിലും പങ്കെടുക്കാൻ ഭാഗ്യം ഉണ്ടായിട്ടില്ലാത്ത ഒരാളാണ്.
അത് പൂർണ്ണമായിട്ടും മറ്റുള്ള എന്തെങ്കിലും കാരണം കൊണ്ടല്ല, എനിക്ക് മുതലൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. അത് ഞാൻ വേറെ ചില വഴി കൂടി സഞ്ചരിച്ചിരുന്ന ഒരാളായിരുന്നു. വളരെ വൈകി ഒരു 10-40 വയസ്സിനൊക്കെ ശേഷമാണ് എഴുത്തായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് വരുന്നത്. അതുകൊണ്ട് പോവാം. അപ്പോൾ ഒരു ക്യാമ്പിൽ ഇങ്ങനെ പോയി സംസാരിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് എനിക്കുണ്ട്. ക്യാമ്പിൽ പങ്കെടുത്തിട്ട് നിങ്ങളെപ്പോലുള്ള ആളുകൾക്ക് കിട്ടിയിട്ടുള്ള എക്സ്പീരിയൻസ് ഇല്ല. അതുകൊണ്ട് പുറമേ നിന്ന് ഒരാൾ കാണുന്ന ഒരു കാഴ്ചയിലുള്ള കാര്യമാണ് നിങ്ങളോട് പങ്കുവച്ചത്. എന്തായാലും കേരളവർമ്മ കോളേജ് പോലെ ഇത്രയും എഴുത്തിനും വായനയ്ക്കും ചിന്തയ്ക്കും സംവാദങ്ങൾക്കുമൊക്കെ അനുയോജ്യമായ വിധത്തിൽ ഈ ക്യാമ്പ് നടത്തുന്നു എന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞാൻ തൃശ്ശൂർ ജില്ലക്കാരനാണ്. ഇവിടുന്ന് 20 കിലോമീറ്ററോട് അപ്പുറത്ത് കേച്ചേരിക്കടുത്ത് ഇയാൾ എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ വീട്. ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് വളരെ ആഗ്രഹിച്ചിരുന്നതാണ് കേരളവർമ്മ കോളേജിൽ പറ്റിയാൽ പോയി പഠിക്കണം. പക്ഷേ അതിനുള്ള യോഗം ഉണ്ടായില്ല. ഞാൻ പഠിച്ചത് ആലുവ UC കോളേജിൽ. പിന്നെ കുറേ കാലത്തിന് ശേഷം ഇതുപോലത്തെ എന്തെങ്കിലും പരിപാടികൾക്കൊക്കെ ആയിട്ടാണ് കേരളവർമ്മയിലേക്ക് വരുന്നത്. ഓരോ തവണ കേരളവർമ്മയിലേക്ക് വരുമ്പോഴും ഒരു 76-ലാണ് ഞാൻ 10ാം ക്ലാസ് പാസ്സാണ്, അടിയന്തരാവസ്ഥ. അപ്പം അന്നത്തെ ഒരു ചിന്ത അല്ല, അന്നും അപേക്ഷിച്ചാൽ കിട്ടുമായിരുന്നു. പക്ഷേ വേറെ വ്യക്തിപരമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ കൊണ്ട് ഇവിടെ തുടരാൻ പറ്റാത്തൊരു സാഹചര്യമായിപ്പോയി. അങ്ങനെയാണ് ഞാൻ വേറൊരു സ്ഥലത്തേക്ക് പോകുന്നത്. നോവൽ കഥ എന്ന വിഷയത്തിനെ കുറിച്ചാണ് ഇന്നത്തെ ഒരു സെഷൻ ഇവിടെ പ്രോഗ്രാം ചെയ്തിട്ടുള്ളത്. ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കാര്യം കൂടെ എനിക്ക് അതിൽ ചേർക്കാനുള്ള, ഞാൻ സാഹിത്യം ഒരു മുഖ്യ വിഷയമായിട്ട് പഠിപ്പിക്കുകയോ ഒന്നും ചെയ്തിട്ടുള്ള ആളല്ല. അതിനെപ്പറ്റി സൈദ്ധാന്തികമായിട്ടൊന്നും എനിക്ക് നിങ്ങളോട് പറയാൻ കഴിയില്ല. ആകെ പറയാൻ കഴിയുന്നൊരു കാര്യം, കുറച്ച് പുസ്തകങ്ങൾ എഴുതിയതിൻ്റെ ഒരു പരിചയം വെച്ച് അതിൻ്റെ അനുഭവത്തിൽ നിന്ന് അത് എങ്ങനെയാണ് സംഭവിച്ചത് എന്ന ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാമെന്ന് കരുതുന്നു. അതിൻ്റെ ഒരു തിയറി ആയിട്ടൊന്നും കണക്കാക്കുന്നത് വളരെ പേഴ്സണലായിട്ടുള്ള ഒരു എക്സ്പീരിയൻസാണ്. അത് നമ്മുടെ മനസ്സിലേക്ക് എഴുത്ത് വരുന്നത് എങ്ങനെയാണ്, അതൊരു നോവലിൻ്റെ രൂപത്തിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്, പിന്നീട് അത് എഴുതുന്നത് എങ്ങനെയാണ് എന്നതിനെ കുറച്ച് ചുരുങ്ങിയ ചില കാര്യങ്ങൾ. എൻ്റെ ആദ്യത്തെ നോവൽ ആൽഫ എന്ന പേരുള്ള നോവൽ. അത് ഫ്രാൻസിസ് എറ്റിക്കോയ്ക്ക് മുമ്പേ വന്നിട്ടുള്ളത് 2003-ലാണ് പ്രസിദ്ധീകരിക്കുന്നത്. അതുവരെ ഒരു കഥയോ കവിതയോ ലേഖനം ഒന്നും എഴുതുകയോ എവിടെയും പ്രസിദ്ധീകരിക്കുകയോ അതിനായിട്ട് ശ്രമിക്കുകയൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അതിനൊരു ചെറിയ അപവാദമെന്ന് വേണമെങ്കിൽ പറയാവുന്നത്, ഈ കോളേജ് വിദ്യാഭ്യാസ കാലത്ത് 1ാം വർഷം പ്രീ ഡിഗ്രിക്കാരനായിരിക്കുമ്പോൾ ഒരു ചെറിയ പദ്യം, കവിത എന്ന് പറയാൻ പറ്റില്ല, ഒരു 10-12 വരികളുടെ ഒരു കവിത കോളേജ് മാഗസിനിൽ പ്രസിദ്ധീകരിച്ചു. അതിനെ ഒരു എഴുത്തായിട്ട് ഞാൻ തന്നെ കണക്കാക്കുന്നില്ല. ഒരു ചിട്ടപ്പെടുത്തി അന്ന് എഴുതുന്നത് നോക്കുന്നത് ഇത്ര അക്ഷരം ഇതൊക്കെ കഴിഞ്ഞ് കൃത്യമായിട്ടാണ് ഇത് വന്നിരിക്കുന്നത്, കേക നൃത്തം തന്നെയാണോ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു കാലത്തെഴുതി. ഇതിന് ശേഷം വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ വേറെ നിങ്ങളോട് പറഞ്ഞില്ല, ഞാൻ ഡിഗ്രിക്ക് പഠിച്ച ഫിസിക്സ് ആയിരുന്നു. പിന്നീട് റെയിൽവേ ജോലിക്കാരനായിരുന്നു. റെയിൽവേ ചേർന്നതിന് ശേഷം തുടർന്ന് പഠിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട് പഠിക്കാൻ ചേർന്നത് എക്കണോമിക്സിലായിരുന്നു. അതിലാണ് തുടർന്ന് കാര്യങ്ങൾ ചെയ്യുന്നത്. റെയിൽവേയാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് സാഹിത്യത്തിലേക്ക് തിരിയുന്നത്. എനിക്ക് തോന്നുന്നു ഞാനത് തുടങ്ങുന്നത് ഏകദേശം ഈ പുതിയ നൂറ്റാണ്ടിലേക്ക് കിടക്കുന്ന ഒരു സമയം. പക്ഷേ ഞാൻ വായിക്കുമായിരുന്നു, വളരെ ചെറുപ്പം മുതൽ വായിക്കുമായിരുന്നു. മാത്രമല്ല ആർത്തി പിടിച്ച് വായിക്കുമായിരുന്നു.
എഴുത്തിലേക്ക് നമ്മൾ പോകുന്നില്ലെങ്കിലും വായന എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു ജീവശ്വാസം പോലെ എനിക്ക് ഒഴിവാക്കാൻ കഴിയാത്ത ഒരു കാര്യമായി അതെന്നും അങ്ങനെ തന്നെ തുടരുന്നതാണ്. എപ്പോഴും ഏതെങ്കിലും ഒരു പുസ്തകം നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുക, അത് കഴിഞ്ഞാൽ മറ്റൊരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള ഒരു ശീലം അതെന്നെ പിന്നീട് എഴുത്തിലേക്ക് വരുമ്പോൾ ഒരുപാട് സഹായിക്കും. അപ്പം അങ്ങനെ ഉള്ള ഒരു പശ്ചാത്തലത്തിലാണ് ഈ നോവലിലേക്ക് എത്തുന്നതിന് മുമ്പ് ഞാനത് എത്താനുണ്ടായൊരു സാഹചര്യം. ഞാനൊരു എക്കണോമിക്സിൽ ഒരു റിസർച്ച് പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഞാനന്ന് കുറച്ചു കാലം ടിക്കറ്റ് പരിശോധകനായിരുന്നു, പിന്നീട് ഗാർഡായിരുന്നു. അപ്പോൾ ഈ ടിക്കറ്റ് പരിശോധകനായിരിക്കുന്നതിൻ്റെ അവസാന കാലഘട്ടത്തിലാണ് ഈ ഗവേഷണ രംഗത്തേക്ക് പോകുന്നത്. മദ്രാസ് യൂണിവേഴ്സിറ്റി റൈസ്റ്റുണ്ട്. എനിക്ക് അത്ര എളുപ്പത്തിൽ ചെയ്യാൻ പറ്റാത്ത വലിയ ഘനമുള്ളൊരു വിഷയം ഞാൻ എടുത്തു. എന്താണെന്ന് വെച്ചാൽ ചൈനയുടെ സാമ്പത്തിക രംഗത്ത് ഡെങ് സിയാവോപിങ് എന്ന് പറഞ്ഞ ഭരണാധികാരി 77 മുതൽ 87 വരെ നടത്തിയ സാമ്പത്തിക പരിഷ്കാരങ്ങളെക്കുറിച്ച് ഒരു സ്റ്റഡി നടത്താനാണ് ഞാൻ പോയത്. ആ വിഷയം തിരഞ്ഞെടുക്കാനുള്ള കാരണം 90കളുടെ തുടക്കത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ സോവിയറ്റ് യൂണിയൻ കൊളാപ്സാണ്. എന്നാൽ അതേ പ്രത്യയശാസ്ത്രത്തിൽ ഊന്നി നിൽക്കുന്ന മറ്റൊരു രാജ്യമായിട്ടുള്ള പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന ഇതിനെ മറികടന്ന് മുന്നോട്ട് പോകും. ഇത് എങ്ങനെയാണ് സാധ്യമാകുന്നത് എന്നറിയാനുള്ള താല്പര്യമായിരുന്നു നമുക്ക് പുറകിലുണ്ടായി. ഞാൻ 61-ലാണ് ജനിച്ചത്. 60കളുടെ തുടക്കത്തിൽ ജനിച്ച് 70കളിൽ വളരുന്ന ആളുകൾക്ക് ആ കാലത്ത് വലിയ ചില സ്വപ്നങ്ങളുണ്ട്. ലോകം മുഴുവൻ സോഷ്യലിസം വരുമെന്നും എല്ലാ രാജ്യങ്ങളും സമത്വം, സ്വാതന്ത്ര്യവും പരസ്പര ബഹുമാനമുള്ളൊരു വ്യവസ്ഥ നിലവിൽ വരുമെന്നൊക്കെ സ്വപ്നം കണ്ട് ജീവിച്ചിരുന്ന ആളുകൾ. എൻ്റെ അച്ഛനൊക്കെ വീട്ടിൽ വരുന്ന സോവിയറ്റ് നാട് മാസിക, വളരെ വിലവിരുത്ത കടലാസിൽ അടിച്ച സോവിയറ്റ് നാട് മാസിക കാണിച്ച് വലിയ ദുരിതങ്ങളിൽ കൂടി കടന്നു പോകുന്ന ഒരു കാലത്ത് പറയുമായിരുന്നു, പേടിക്കാനില്ല, നമ്മുടെ നാട് ഇതുപോലെയൊക്കെ ആവും. സ്കൂൾ പഠിക്കുന്ന ആൾ അത് വിശ്വസിച്ചിരുന്നവരാണ്. വലിയ പ്രതീക്ഷകളോടുകൂടി ഇന്നല്ലെങ്കിൽ നാളെ ലോകം മുഴുവൻ ഈ അവസ്ഥയിലേക്ക് ആകുമെന്നും എല്ലാവരും തുല്യരാകുമെന്നും നമ്മളെ പരസ്പരം ഭിന്നിപ്പിക്കുന്ന, അകറ്റുന്ന എല്ലാ തരത്തിലുള്ള ചിന്തകളും അപ്രസക്തമാകുമെന്നും വിശ്വസിച്ചിട്ടില്ല. ആ ചിന്തകളിൽ നിന്ന് മുന്നോട്ട് പോയി കുറേ കഴിയുമ്പോൾ 90കളിലേക്ക് എത്തുമ്പോൾ നമ്മളെല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമെന്ന് വിശ്വസിച്ചിരുന്ന ഈ സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്ന ആ സംവിധാനം തകർന്നു. ഗ്ലാസ്നോസ്റ്റും പെരിസ്ട്രോയിക്കും ഒക്കെ വരുന്നു, ഗോർബച്ചേവ് വരുന്നു, പലതരത്തിലുള്ള മാറ്റങ്ങൾ വരുന്നു. നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഒരിക്കലും നമ്മൾ വിശ്വസിച്ചിട്ടില്ല ആ കാലത്ത് ഇത് അങ്ങനെ സംഭവിക്കില്ല എന്നും. പിന്നീട് ആ യാഥാർത്ഥ്യത്തെ നമുക്ക് ഉൾക്കൊള്ളേണ്ടി വരും. എന്തുകൊണ്ടാണ് ഇതെങ്ങനെ ആയിപ്പോയത്? നമ്മൾ നോക്കുമ്പോൾ എല്ലാവർക്കും തുല്യതയും പരസ്പര ബഹുമാനവും പരസ്പര വിശ്വാസവും തുല്യനീതിയും കിട്ടുന്ന ഒരു സാമൂഹ്യ സംവിധാനം ലോകമാകെ നിലവിൽ വരേണ്ടത്. അത് നിലനിൽക്കുന്ന ഒരു രാജ്യത്തുള്ള ആളുകൾ അത് വേണ്ട എന്ന് പറയുന്നു. നമുക്കത് മനസ്സിലാകാതെ വലിയ ഒരു ദാർശനിക പ്രതിസന്ധി, അല്ലെങ്കിൽ നമുക്ക് വിശദീകരിക്കാൻ കഴിയില്ല. എനിക്ക് മാത്രമല്ല, ആ കാലത്ത് ജീവിച്ചിരുന്ന ഞങ്ങളെപ്പോലെയുള്ള ഞങ്ങളുടെ ഒരു പ്രായത്തിലുള്ള ബഹുഭൂരിപക്ഷം ചെറുപ്പക്കാർ നേരിടേണ്ടി വരുന്ന ഒരു പ്രശ്നമാണ്. നമുക്ക് വിശ്വസിക്കാൻ കഴിയാതെ പോകുന്നത്. എങ്ങനെയാണത് സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണത് സംഭവിക്കുന്നത്? അപ്പം അതിനുശേഷം പിന്നീട് അതിന് സമാനമായിട്ടുള്ളൊരവസ്ഥ എനിക്ക് തോന്നിയിട്ടുള്ളത് പശ്ചിമ ബംഗാളിലെ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൽ നിന്ന് ബംഗാൾ മാറുന്നു എന്നുള്ള ഇത് വരുമ്പോഴാണ്. ഒരിക്കലും നമ്മൾ ചിന്തിച്ചിട്ടില്ല. ഈ സംഭവങ്ങൾക്ക് ശേഷവും ബംഗാൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടായിരുന്നൊരു വികാരം, ഇതൊരിക്കലും ഒരു മാറ്റവും സംഭവിക്കാത്തൊരിടമാണ് എന്ന് നമ്മൾ വിശ്വസിച്ചിരുന്നു. അവരെ നമ്മളൊന്ന് ആലോചിച്ചു, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഫസ്റ്റ് UPA ഉള്ള കാലത്ത് 55 അംഗങ്ങൾ ഉണ്ടായിരുന്നതാണ്. 55 അംഗങ്ങൾ ഇടതുപക്ഷത്തിൻ്റെ ആളുകളായിട്ട് പാർലമെൻറ്റ് ബഹുഭൂരിപക്ഷം ഉണ്ടായിരുന്ന സ്ഥലമാണ് ബംഗാൾ. ആ ബംഗാൾ കൈവിട്ട് പോകുന്നത്
നമുക്ക് വിശ്വസിക്കാൻ സാധിക്കാതെ അതിനേക്കാൾ 100 ഇരട്ടി ഷോക്കായിരുന്നു ഈ കാലത്തുണ്ട്. പക്ഷേ അതേ സമയത്ത് ഇപ്പോഴത്തെ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന ഇതിനെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. എങ്ങനെയാണ് ഇത് സാധ്യമാകുന്നത്? അപ്പം അതിനെ ഞാൻ പഠിച്ചിരുന്ന വിഷയവുമായി ബന്ധപ്പെടുത്തി മനസ്സിലാക്കാനാണ് ഞാൻ. എന്ത് പരിഷ്കാരങ്ങളാണ് ഈ ഡെങ് സിയാവോപിങ് അവിടെ നടപ്പാക്കുന്നത്? അപ്പോൾ 87 ഡെങ്ങിനെ ടൈം വാരിക മാൻ ഓഫ് ദി ഇയർ ആയിട്ട് തരും. പിന്നീട് ഗോർബച്ചേവിനെ തിരഞ്ഞെടുത്തു. പിന്നീട് പല ആളുകളിൽ തിരഞ്ഞെടുത്തു. ടൈം വാരിക തിരഞ്ഞെടുക്കുന്നത് ഒരു മഹത്തായ കാര്യം എന്നുള്ള നിലയിലല്ല, ഒരു കാലഘട്ടത്തിൻ്റെ ഏറ്റവും പ്രാധാന്യമുള്ളൊരു തിരഞ്ഞെടുപ്പാണെന്നുള്ള നിലയ്ക്കാണ്. ഇത് അദ്ദേഹം എന്തൊക്കെയാണ് അവിടെ ചെയ്തത് എന്ന് പഠിക്കാനാണ് ഞാൻ ശ്രമിച്ചത്. ഇതിനു വേണ്ടി നിങ്ങൾ എക്കണോമിക്സ് പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ അറിയട്ടെ, എക്കണോമിക്സിൽ നമ്മൾ നടത്തുന്ന പഠനങ്ങൾ അതിൽ ഉള്ള വളരെ അതിൻ്റെ ഡാറ്റയുടെ ക്രെഡിബിലിറ്റി വളരെ പ്രധാനമാണ്. ഒരു രാജ്യമാണ് നമ്മൾ സ്പെസിഫിക് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന എന്ന് പറയുന്ന വലിയൊരു രാജ്യത്തിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തിട്ടാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ ആ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ക്രെഡിബിലിറ്റി വളരെ പ്രധാനപ്പെട്ട. ഈ സ്റ്റഡി കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അതിൻ്റെ ക്രെഡിബിലിറ്റി ചോദ്യം ചെയ്യപ്പെടുന്നത് വിശ്വസനീയമല്ല. ഒരു രാജ്യം അതിൻ്റേതായി പറയുന്ന സ്ഥിതിവിവര കണക്കുകളുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുമ്പോൾ അതുപയോഗിച്ച് നടത്തുന്ന എക്കണോമെട്രിക് അനാലിസിസ് എത്ര കണ്ട് വിശ്വസനീയമാവും? വലിയൊരു പ്രതിസന്ധി അവിടെയുണ്ട്. അപ്പം അത് മറികടക്കാനുള്ള ഒരു വഴിയായിട്ട് അന്ന് കണ്ടെത്തിയൊരു മാർഗം ഹോങ്കോങ് യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിക്കുന്ന ഇതേ ചൈനയുടെ സ്റ്റാറ്റിസ്റ്റിക്സ്, ഒറിജിനൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞ ഹോങ്കോങ് യൂണിവേഴ്സിറ്റി പബ്ലിഷ്. അന്ന് ഹോങ്കോങ് ചൈനയിൽ വേറെ ഒരു എൻറ്റിറ്റിയായിട്ട് നിൽക്കുന്ന കാലം. അത് ക്രെഡിബിൾ ആയിരിക്കുമെന്ന് വിചാരിച്ചത് അത് ഉപയോഗിച്ച് നമ്മുടെ പഠനം കുറേ കൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നൊരു കാര്യം, ഇവർ പ്രസിദ്ധീകരിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് ക്രെഡിബിൾ അല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ചൈനയുടെ ഔദ്യോഗികമായി പ്രസിദ്ധീകരിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് തെറ്റാണെന്ന് സ്ഥാപിക്കുകയാണ് ഇവരുടെ ലക്ഷ്യം. അപ്പോൾ കുറേ കൂടെ കൺഫ്യൂസിങ് ആവും. അപ്പം അത്തരത്തിലുള്ള സ്ഥിതിവിവര കണക്കുകളുടെ വിശകലനവുമായി മുന്നോട്ട് പോകുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന നിഗമനങ്ങൾ സ്വാഭാവികമായി യാഥാർത്ഥ്യത്തിൽ നിന്ന് വളരെ അകന്നു. വലിയൊരു പ്രതിസന്ധി നമ്മുടെ പഠനത്തിൽ ഉണ്ടാകുന്നത്. പിന്നെ സത്യം പറഞ്ഞാൽ എന്നെപ്പോലെ ഒരാൾ ചെയ്യാവുന്നൊരു വിഷയമായിരുന്നില്ല എന്ന് 1-2 കൊല്ലം കഴിയുമ്പോൾ എനിക്ക് മനസ്സിലാവും. ഒരു ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിലോ അതേപോലെയുള്ള വലിയ സ്ഥാപനങ്ങൾ വലിയ സൗകര്യങ്ങളിലൂടെ ചെയ്യേണ്ടിയിരുന്ന ഒരു പഠനമാണ് ഞാൻ റെയിൽവേ ജീവനക്കാരനായിരുന്നു ജോലി ചെയ്തുകൊണ്ട് സമാന്തരമായിട്ട് ചെയ്യാമെന്ന് അന്നത്തെ നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞൊരു പൊട്ട ബുദ്ധി വെച്ചിട്ട് ചാടി പുറപ്പെട്ടതാണ്. പക്ഷെ അത് കുറേ കഴിയുമ്പോൾ നമുക്കത് തിരിച്ചറിയുന്നു. അതിന് പുറമെ എനിക്കെന്താ എൻ്റെ ജോലി സംബന്ധമായിട്ടുള്ള ചില പ്രശ്നങ്ങളാണ്. ഞാൻ ഈ ടിക്കറ്റ് എക്സാമിന് എന്നുള്ള പോസ്റ്റിൽ നിന്ന് മാറി ബുക്സ് ഗാർഡായിട്ട് ജോലി ചെയ്തു. കുറച്ച് ട്രേഡ് യൂണിയൻ പ്രവർത്തനവും ബാക്കിയുള്ള കാര്യങ്ങളുടെയൊക്കെ ഫലമായിട്ടാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ചെന്നൈയിലുണ്ടായിരുന്ന എനിക്ക് ഈറോഡിലേക്ക് മാറേണ്ടി വരുന്നു. ഈറോഡ് എന്ന് പറയുന്നത് ഈ റെയിൽവേ സംബന്ധമായ ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിലും ചെന്നൈയിലുള്ളപ്പോൾ നമുക്കുണ്ടായിരുന്ന ലൈബ്രറി സൗകര്യങ്ങളോ ബാക്കിയുള്ള പല യൂണിവേഴ്സിറ്റികളിലോ മറ്റുള്ള ആളുകളായിട്ട് ബന്ധപ്പെടാനുള്ള ഒരു സൗകര്യമില്ലാത്തൊരിടത്തേക്ക്. അപ്പം ഇങ്ങനെ വന്നതോടുകൂടി ഈ പഠനം മുന്നോട്ട് പോകാത്ത ഒരവസ്ഥയിലാണ്. വലിയ ഒരു നമ്മൾ കുറേ കാര്യങ്ങൾ 2-3 വർഷത്തിന് മെനക്കെട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. പക്ഷേ ഇത് എവിടെയും എത്തിക്കാൻ കഴിയുന്നില്ല. പക്ഷെ മനുഷ്യരെക്കുറിച്ച് എന്താ വെച്ചാൽ ഞാൻ ആ സ്റ്റഡിക്ക് പോയപ്പോൾ തുടക്കം കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലായത് ഒരു ആന്ത്രപ്പോളജിക്കൽ സബ്ജക്റ്റാണ്. ഇതിനെ വെറുതെ നമ്മളൊരു സോഷ്യോളജിക്കൽ ഇതിലോ അല്ലെങ്കിൽ ഒരു എക്കണോമിക്സിൻ്റെ തരത്തിലോ മാത്രം കാണാവുന്ന വിഷയമല്ല. മനുഷ്യവംശത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിനെയാണ് നമ്മൾ അഭിസംബോധന ചെയ്യുന്നത്. 80 കൊല്ലം ലോകത്തിൻ്റെ ചരിത്രത്തിൽ നടക്കുന്ന ഒരു ആന്ത്രപ്പോളജിക്കൽ എക്സ്പെരിമെൻ്റായിട്ട് നമ്മൾ ഈ സോവിയറ്റ് യൂണിയൻ്റെ പീരീഡിനെ മനസ്സിലാക്കണമെന്നൊരു ചിന്തയും. ഈ ആന്ത്രപ്പോളജി ഇതുമായിട്ട് കണക്ട് ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. ആ തരത്തിലായിരിക്കണം കാര്യങ്ങളെ മനസ്സിലാക്കുക. പിന്നീട് അത്തരത്തിലുള്ള ചിന്തകളുമായിട്ട് നടക്കും. ഞാൻ ജോലി ചെയ്യുന്ന ഈ റെയിൽവേ ഗുഡ്സ് ഗാർഡിൻ്റെ ജോലിയാണ്.
ആ ജോലിയെപ്പറ്റി നിങ്ങൾക്ക് അറിയാമെന്നുള്ളത്. ഇന്നത്തെ കാലം പോലെയല്ല, അന്ന് ഒരു തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത, ഇപ്പം മൊബൈൽ ഫോണും വാക്കി ടോക്കും ഒക്കെ ഉണ്ട്, ഒന്നുമില്ലാത്തൊരു കാലത്താണ്. 92 മുതൽ 95 വരെയുള്ള 3 വർഷമാണ് ഞാൻ ആ ജോലി ചെയ്തത്. അപ്പം അതിൽ 3/4 കിലോമീറ്ററോളം നീളമുള്ള ഒരു തീവണ്ടിയുടെ ഏറ്റവും പുറകിലുള്ള ആ വാഗണിൽ നമ്മൾ ഒറ്റയ്ക്ക് രാവും പകലും മണിക്കൂറുകളോ 10, 12, 15 മണിക്കൂർ ജോലി ചെയ്തു. നമ്മൾ വളരെ ഭ്രാന്തമായി ചിന്തിച്ചു പോകുന്നൊരു കാലം. ഇത്തരം ചിന്തകളിൽ നിന്നാണ് വാസ്തവത്തിൽ ഈ ആൽഫ എന്നുള്ള നോവലിലേക്ക് ഞാൻ എത്തുന്നത്. ഞാൻ അതുവരെ നടത്തിയ ഗവേഷണ സംബന്ധമായിട്ട് നടത്തിയ കാര്യങ്ങളിൽ നിന്നുണ്ടാകുന്ന ചില ബോധ്യങ്ങളും ഉൾക്കാഴ്ചകളും ഈ കാലത്തിലുള്ള ഈ ഗുഡ്സ്കാർഡ് ജീവിതത്തിലുള്ള വളരെ ഭ്രാന്തമായ ചിന്ത, വൈൽഡ് ഫാൻറ്റസീസ്, അത്തരത്തിലുള്ള ചിന്തകളിൽ നിന്നാണ് ആൽഫ എന്നുള്ളൊരു നോവലിൻ്റെ കുറിച്ചൊരു പ്രാഥമികമായ തരത്തിൽ. പിന്നീട് അത് എഴുതി തുടങ്ങുന്നപ്പോൾ വളരെ കഴിഞ്ഞതിന് ശേഷം ഒരു ആന്ത്രപ്പോളജിക്കൽ എക്സ്പെരിമെൻറ്റിൻ്റെ കൺസെപ്റ്റിൽ ഒരു നോവൽ ചെയ്താൽ എന്താണ് എന്നുള്ള ഒരു ചിന്ത എനിക്ക് അതുവരെ ഞാൻ നേരത്തെ പറഞ്ഞ് ധാരാളം വായിക്കുമെങ്കിലും ഈ സാഹിത്യത്തിൻ്റെ സാമ്പ്രദായിക രീതികൾ എന്നെ അത്ര പ്രലോഭിപ്പിച്ചിട്ടില്ല. അതിൽ നിന്ന് കുറച്ചുകൂടി വേറെ ഏതെങ്കിലും മുകളിലേക്ക് പോകാൻ സാധ്യതയുണ്ടോ എന്നുള്ള ചിന്തകളാണ്. അപ്പോൾ ഇങ്ങനെയൊരു ചിന്ത, ഒരു ആന്ത്രപ്പോളജിക്കൽ എക്സ്പെരിമെൻ്റ് എന്നുള്ളൊരു കൺസെപ്റ്റ് നമുക്ക് ഫിക്ഷൻ ആലോചിച്ചാൽ എന്താണ് ചെയ്യുന്നത്. സാമ്പ്രദായികമായിട്ട് എഴുതുന്ന കഥയുടെ അല്ലെങ്കിൽ നോവലുകളുടെ ഒന്നും രൂപമോ ഭാവമോ ഒന്നും അതിൽ ഉപയോഗിക്കേണ്ടതില്ല എന്നുള്ള ഒരു തീരുമാനത്തിൽ എത്തിയിട്ടാണ് ഞാൻ ആൽഫ എഴുതാൻ തുടങ്ങുന്നത്. പക്ഷേ ആൽഫ എഴുതാൻ തുടങ്ങുമ്പോൾ നോവൽ എന്ന സാഹിത്യ രൂപത്തിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ച്, ഈ പുതിയ കാലത്തെ വായനക്കാർ വായിക്കുന്ന രീതികളെക്കുറിച്ച് ഒന്നും ഞാൻ ചിന്തിച്ചിരുന്നില്ല. എൻ്റെ മനസ്സിൽ അതുവരെ വായിച്ചിരുന്ന രീതികളുടെ വ്യത്യസ്തമായ മറ്റൊരു തരത്തിൽ, എന്നാൽ അതിലെ ചില കഥാപാത്രങ്ങൾ അവരുടെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ പറയുന്നു. മാലിന്യ ദേശായി പറഞ്ഞ കഥ എന്നൊക്കെ പറഞ്ഞ ചെറിയ ചെറിയ ഖണ്ഡങ്ങളായിട്ടാണ് നമ്മൾ എഴുതി വളരെ ചുരുക്കി സൂചനകളിലൂടെ വളരെ സൂക്ഷ്മമായ സൂചകങ്ങളിലൂടെ ആളുകളിൽ വായനക്കാർക്ക് അവർക്ക് ചിന്തിക്കാവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക എന്നതായിരുന്നു ആ സമയത്ത് എഴുത്തിൽ ഞാൻ സ്വീകരിച്ചിരുന്നൊരു വഴി. ഈ നോവൽ എഴുതി കഴിയുമ്പോൾ ഒരുപാട് കാലഘട്ടത്തിലാണ്. ചിലപ്പോൾ കുറച്ച് എഴുതി തുടങ്ങുന്നു, പിന്നീട് അത് അങ്ങനെ നിന്ന് പോകുന്നു, വീണ്ടും എഴുതാൻ വീണ്ടും അങ്ങനെയൊക്കെയാണ് പൂർത്തീകരിക്കുന്നത്. അതിൻ്റെ ഒരു ഫസ്റ്റ് ഡ്രാഫ്റ്റ് എഴുതി കഴിഞ്ഞപ്പോൾ ഞാനിത് ആരെങ്കിലും ഒന്ന് കാണിക്കണം. എനിക്ക് ഈ എഴുത്തുകാരും സാഹിത്യവുമായിട്ടൊന്നും വലിയ ബന്ധമില്ല. എനിക്ക് ആകെ അറിയാവുന്ന ഒരു എഴുത്തുകാരൻ വൈശാഖ മാഷ്. അദ്ദേഹം ഞങ്ങളുടെ റെയിൽവേക്കാരനാണ് എന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന് അറിയുന്നത്. ഞാൻ പാലക്കാട് താമസിച്ചിരുന്ന സ്ഥലത്തിനടുത്ത് അദ്ദേഹം ഒരു പാര കോളേജ് നടത്തി. പുതിയ പാലം എന്ന് പറഞ്ഞ പാലക്കാട് സ്ഥലം. അവിടെ ഒരു മരക്കമ്പനി തടി കൊണ്ടുവന്ന് അടുത്ത് ഉരുപ്പടികൾ ഉണ്ടാക്കുന്നത്. അതിൻ്റെ ഒരു പോർഷനിലാണ് മാഷ് പാര കോളേജ്. ഇന്ന് ഈ പറയുന്ന സാധനങ്ങളൊന്നും അവിടെ ഇല്ല. അവിടെ ഒരു വലിയ ബാർ ഹോട്ടലാണ് ആ സ്ഥാനത്ത് നിൽക്കുന്നത്. അപ്പം ഇതിനുള്ളിൽ ഒരു 3 മുറികളിലായിട്ടാണ് മാഷ് പാര കോളേജ്. അപ്പോൾ ആർട്സ് കോളേജ് മാഷെ പോയി കണ്ട് ഇത് കൊടുത്ത് ഇതൊന്ന് വായിച്ച് നോക്കാം. മാഷത് വായിച്ച് നോക്കിയിട്ട് എന്നോട് പറഞ്ഞു, ഇത് എന്തായാലും പ്രസിദ്ധീകരിക്കണം, വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ഐഡിയ ആണ്, പബ്ലിഷ് ചെയ്യാൻ. അങ്ങനെയാണ് ഞാൻ എൻ്റെ ആദ്യത്തെ വർക്ക് ചെയ്യുന്നത്. പിന്നീട് അത് പുസ്തകമായിട്ട് വരുമ്പോൾ അങ്ങനെ വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് ആളുകൾ വായിക്കുമോ, എന്താണ് അതിൻ്റെ റെസ്പോൺസ് ഉണ്ടാകുന്നത്. എന്തോ ഭാഗ്യത്തിനെ കുറച്ച് ആളുകളൊക്കെ വായിച്ച് ഒരു നല്ല പ്രതികരണമാണ് അതിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഐഡിയ, ആ നോവൽ ഒരു ആന്ത്രപ്പോളജിക്കൽ എക്സ്പെരിമെൻ്റാണ്. മനുഷ്യവംശത്തിൻ്റെ ചരിത്രത്തിൽ ഒരു തുടക്കം മുതൽ ഇതുവരെ നമ്മൾ ആർജിച്ച പലതരത്തിലുള്ള അറിവും അനുഭവത്തിൻ്റെയും അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷനാണ് നമ്മൾ ഏതെങ്കിലും ഒരു പ്രത്യേക മൊമെൻറ്റിൽ അങ്ങ് തുടങ്ങുന്നതാണ്. ലക്ഷക്കണക്കിന് കൊല്ലങ്ങളായിട്ടാണ് നമ്മൾ പൂർവികർ ജനിച്ചത്. അത്
വിശ്വാസങ്ങളുടെ തരത്തിലാവാം, അല്ലാത്ത തരത്തിൽ ഏത് തരത്തിലാകും. അപ്പം അതിൽ നിന്ന് തുടങ്ങുമ്പോൾ ഇതുവരെ ആർജിച്ച അറിവിൻ്റെ അനുഭവങ്ങളിൽ തുടർച്ചയായിട്ട് പോകുമ്പോൾ ഇടയ്ക്ക് വെച്ച് ഇത് നിർത്തി ഒരു പൂജ്യത്തിൽ നിന്ന് തുടങ്ങാൻ ശ്രമിച്ചാൽ അതത്ര എളുപ്പമായിരിക്കില്ല എന്നതാണ് ഈ നോവലിൻ്റെ ഒരു ആകത്തും. അത് അടിയന്തരാവസ്ഥയുടെ ഒരു പശ്ചാത്തലത്തിലൊക്കെയാണ് അത് എഴുതപ്പെടുന്നത്. ചരിത്രത്തെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത്, പലതരത്തിലുള്ള സംഭവം, വളരെ സൂക്ഷ്മമായ പല സൂചനകളും ആ നോവലിലുണ്ട്. പക്ഷേ ആ നോവലിൻ്റെ എഴുത്തിൽ പുതിയ കാലത്തെ നോവൽ എഴുത്തിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ പുതിയ വായനക്കാരുടെ മാറ്റങ്ങളെക്കുറിച്ചും ഞാൻ കൂടുതൽ ചിന്തിച്ചില്ല എന്നത് ഒരു വലിയൊരു പോരായ്മയായിട്ട് എനിക്ക് തന്നെ പിന്നീട് തോന്നിയിട്ടുള്ള കാര്യം. അതായത് ഈ നോവൽ പൊളിറ്റിക്കലാണ്, ആന്ത്രപ്പോളജിക്കൽ എക്സ്പെരിമെൻറ്റിൻ്റെ ടൈമിലാണ് അത് ചെയ്തിട്ടുള്ളത്. പക്ഷേ പുസ്തകമായി ഇറങ്ങിയെങ്കിൽ ആളുകൾ വായിച്ചു തുടങ്ങിയെങ്കിൽ ബഹുഭൂരിപക്ഷം വായനക്കാരും വായിച്ചത് സയൻസ് ഫിക്ഷനാണ്. അതിനെപ്പറ്റി നടക്കുന്ന ചർച്ചകളിലും എല്ലാം ഒരു സയൻസ് ഫിക്ഷൻ എന്നുള്ള നിലയിൽ ഈ നോവൽ വായിക്കുന്നു. സയൻസ് ഫിക്ഷൻ സെമിനാറുകൾക്കൊക്കെ എന്നെ ക്ഷണിക്കുന്നു. വലിയ ഗോളാന്തര യാത്രകൾ നടത്തുന്ന സയൻസ് ഫിക്ഷനൊക്കെ എഴുതിയിട്ടുള്ള മഹാന്മാരായിട്ടുള്ള എഴുത്തുകാർ ഇരിക്കുന്ന ഇതിൻ്റെ കൂടെ മലയാളത്തിൽ സയൻസ് ഫിക്ഷൻ റൈറ്റർ എന്നൊക്കെ പറഞ്ഞ് ഞാൻ പോയി പങ്കെടുത്തു. എനിക്ക് തോന്നിയല്ലോ ഇത് ഞാൻ വിചാരിച്ചതൊന്നും വായനക്കാരിലേക്ക് എത്തിയത് മറ്റൊന്നുമായി പോയല്ലോ എന്ന്. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ തന്നെയാണ് പ്രശ്നം. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കും. അപ്പോൾ ഞാൻ അടുത്തൊരു നോവൽ ചെയ്യാൻ തീരുമാനിക്കുന്നതിന് മുമ്പ് ആദ്യം ചെയ്യുന്നത് പുതിയ കാലത്ത് നോവൽ എന്നുള്ള സാഹിത്യ രൂപം ആഗോളതലത്തിൽ ഏത് തരത്തിലാണ് മാറിക്കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കും. അത് വളരെ വാസ്റ്റായിട്ട് മറ്റ് പല ഭാഷകൾ, തമിഴിലോ അല്ലെങ്കിൽ മറ്റു ഭാഷകളിൽ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ട സ്പാനിഷിലൊക്കെയുള്ള ആ പുസ്തകങ്ങളുടെ പ്ലോട്ട്, അതിൻ്റെ നറേഷൻ, അതുമായി അതിൻ്റെ ആഖ്യാന രീതി, അതിൻ്റെ ഭാഷ, ഇതിനെക്കുറിച്ച് കുറേ കൂടെ സൂക്ഷ്മമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനാണ്. അപ്പോഴാണ് നോവൽ എന്ന് പറയുന്നത് നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നതാണ്. പുതിയ പരീക്ഷണങ്ങൾ നടക്കുന്നു, പുതിയ തരത്തിലുള്ള എഴുത്തുകൾ വരുന്നു, വിഷയങ്ങൾ മാറ്റം വരുന്നു, ഭാഷയിൽ മാറ്റം വരുന്നു. ചില കാര്യങ്ങൾ നമ്മൾ വളരെ വിശദമായിട്ട് പറയേണ്ടതുണ്ട്. ചെറുകഥയിലെ പോലെ വളരെ ചുരുക്കി സൂചനകളിൽ ഒതുക്കേണ്ട കാര്യമല്ല നമ്മൾ തിരിച്ചറിയുന്നു. അതേപോലെ തന്നെ ഇതിന് സമാന്തരമായിട്ട് മറ്റൊരു കാര്യം ഞാൻ ചിന്തിച്ചത്, നമ്മൾ എഴുതുന്ന പുസ്തകം ആരാണ് വായിക്കാൻ, നമ്മുടെ ടാർഗറ്റ് റീഡർ ആരാണ്. ആർക്കും എഴുതുന്ന സമയത്ത് ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല. എൻ്റെ ടാർഗറ്റ് റീഡറെ കുറിച്ച് എനിക്ക് യാതൊരു ധാരണയില്ല. പക്ഷേ അടുത്ത പുസ്തകം എഴുതുമ്പോൾ ഞാൻ ആലോചിച്ച് ആരായിരിക്കും ടാർഗറ്റ് റീഡർ. ഏറ്റവും പുതിയ കാലത്തെ ചെറുപ്പക്കാരികളുമായിട്ടുള്ള ആളുകളായിരിക്കും ടാർഗറ്റ് റീഡർ. എന്ന് പറഞ്ഞാൽ അവരാണ് ഇനി നിലനിൽക്കാൻ പോകുന്നത്. നമ്മൾ കുറച്ചു കാലം കഴിഞ്ഞാൽ പിന്മാറാൻ പോകുന്ന അപ്രത്യക്ഷരായ പോകുന്ന ആളുകളാണ്. അടുത്ത തലമുറയിലേക്ക് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന ഭാഷയിൽ അവരുമായിട്ട് സംവദിക്കാൻ കഴിയുന്ന പ്രമേയങ്ങളുമായിട്ട് മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. എന്നാലേ അവർ ഈ പുസ്തകങ്ങൾ വായിക്കില്ല, അവർക്ക് നമ്മുടെ പുസ്തകങ്ങൾ വായിക്കാൻ. അപ്പം അത്തരത്തിൽ വായനക്കാരാരാണ്, ഏത് പുതിയ കാലത്ത് വായനക്കാരുടെ രീതികൾ, അവരുപയോഗിക്കുന്ന ഭാഷ, അവരുടെ ചിന്തകൾ, അവരുടെ വിഷയങ്ങൾ, അവരുടെ റെസ്പോൺസ് എങ്ങനെയാണ് പുതിയ പുസ്തകങ്ങളെ സാഹിത്യത്തിനെ കുറിച്ച് അവരെങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്. ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നേരിട്ടും അല്ലാതെയും പലതരത്തിലും പല ആളുകളിൽ നിന്നും മനസ്സിലാക്കാനായിട്ടുള്ള വലിയൊരു ശ്രമത്തിന് ശേഷമാണ് അടുത്ത. ഞാനിത് പറയാനുള്ള കാരണം ഇത് നിങ്ങൾ ഓരോരുത്തരെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ എൻ്റെ പുസ്തകം എഴുതിയതിൻ്റെ ഒരു പുസ്തകത്തിൽ ഞാൻ പറഞ്ഞത്, ഒരു നോവൽ നിങ്ങൾ എഴുതാൻ തുടങ്ങുകയാണെങ്കിൽ തിരിച്ചറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഏറ്റവും പുതിയ കാലത്ത് നോവൽ എന്നുള്ള സാഹിത്യ രൂപം ഏത് രീതിയിലാണ് എഴുതപ്പെടുന്നത്. അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് അതിനപ്പുറത്തേക്ക് നിങ്ങൾക്കെങ്ങനെ പോകാൻ പറ്റും. അപ്പം മറ്റൊരാൾ എഴുതിയ രീതിയിൽ നമ്മൾ മുൻപ് എഴുതിയിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. ഇപ്പോൾ MT വളരെ ഉദാത്തമായ അതിഗംഭീരമായ പുസ്തകങ്ങളാണ്. പക്ഷേ MT എഴുതുന്ന പോലെ നമ്മൾ മെനക്കെട്ട് എഴുതിയിട്ട് കാര്യമുണ്ട്. അത് നമ്മളെക്കാൾ ഗംഭീരമായി അതിഗംഭീരമായി അദ്ദേഹം എഴുതി വെച്ച് കഴിയും. അല്ലെങ്കിൽ മുൻകേട്ടനോ ആനന്ദോ മലയാളത്തിലെ ഏത് എഴുത്തുകാരായാലും വളരെ വ്യത്യസ്തമാണ്. കോവി വിജയനോ ഓരോ എഴുത്തുകാരുടെ അവരുടെ രീതിയിൽ അവർ അതിഗംഭീരമായിട്ടുള്ള വർക്കുകൾ ചെയ്തു. അതിൽ നിന്ന് വ്യത്യസ്തമായ പുതിയൊരു വഴി, പുതിയൊരു രീതിയിൽ എഴുതാൻ കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു ഇടം അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള ഒരു
ശൈലി, നിങ്ങളുടേതായിട്ടുള്ള എഴുത്ത് രൂപപ്പെടുത്തിയെടുക്കാൻ കഴിയും. പക്ഷെ അതറിയണമെങ്കിൽ ബാക്കിയുള്ള ആളുകളുടെ എഴുത്ത് എങ്ങനെയാണെന്നും അവരുടെ പുസ്തകങ്ങളൊക്കെ വായിച്ച് നമ്മൾ അതിനെപ്പറ്റി നല്ലൊരു ധാരണയിലേക്ക് എത്തുക എന്നുള്ളത് പ്രധാനപ്പെട്ട. അതിൽ നിന്ന് തന്നെയാണ് നമ്മൾ നമ്മളെ പുതുക്കി സ്വയം നവീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലേറെ നമ്മൾ നമ്മുടെ ചുറ്റുമുള്ള സമൂഹത്തിലെ ആളുകളുമായിട്ട് നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക, അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുക, അവരെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുക, അവരെന്തൊക്കെയാണ് വിഷയങ്ങളാണ് സംസാരിക്കുന്നത്, അവരേത് പാട്ടാണ് കേൾക്കുന്നത്, അവർ എന്ത് കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്, അവരുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ എന്താണ്, ഇതെല്ലാം വളരെ സൂക്ഷ്മമായി പിന്തുടർന്നാൽ മാത്രമേ അവരുടെ ചിന്തകളെ അല്ലെങ്കിൽ അവരുടെ രീതികളെ നമുക്ക് തിരിച്ചറിയാം. ഇത്തരത്തിൽ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു വഴി നിങ്ങളുടെ മുമ്പിലേക്ക് സ്വാഭാവികമായിട്ടും തുറന്ന് കിട്ടും. അപ്പോൾ മറ്റുള്ളവർ നടന്ന അതേ വഴിയിലൂടെ ഒരു വ്യത്യാസമുണ്ട്. കുറച്ചും കൂടെ വ്യക്തമായിട്ട് ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവുന്ന വിചാരിക്കും. ഒരു ക്ലാസിക്കൽ ആർട്ട്, ഇപ്പോൾ ഭരതനാട്യം പോലെ അല്ലെങ്കിൽ കർണാടക മ്യൂസിക് കർണാടക സംഗീതം പോലെയാണെങ്കിൽ നമ്മളത് ഏറ്റവും പെർഫെക്റ്റായിട്ട് പഠിച്ച ഏറ്റവും ചിട്ടയോടുകൂടി ഒരു തരത്തിലുള്ള പിഴവുകളുമില്ലാതെ അത് ഭംഗിയായിട്ട് അവതരിപ്പിക്കുമ്പോഴാണ് നമ്മൾ അത് ഏറ്റവും നല്ല രീതിയിൽ ചെയ്യാൻ കഴിയും. എന്നാൽ ഭാഷ ഉപയോഗിച്ചിട്ടുള്ള സാഹിത്യം എന്ന് പറഞ്ഞ കലാപ്രവർത്തനത്തിൽ ഇത് നേരെ വ്യത്യസ്തമായ മറ്റൊരു വഴിയിലാണ്. ഇപ്പോൾ നമ്മൾ എഫ്.ടിയുടെ ഒരു നോവൽ മണ്ണ് എന്നുള്ള നോവൽ എടുത്ത് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മറ്റേതെങ്കിലും ഒരു നോവൽ എടുത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അത് ഭംഗിയായിട്ട് പഠിച്ച് അതേപോലെ നിങ്ങളൊരു നോവൽ വരുന്നതല്ല വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പം അത് നമ്മൾ തിരിച്ചറിഞ്ഞ് നമ്മുടേതായിട്ടൊരു വഴി കണ്ടെത്തുക, അതുപോലെ നമ്മുടേതായിട്ടുള്ളൊരു പ്രമേയം പുതിയ കാലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ അറിയേണ്ടിയിരിക്കുന്നു. ഭാഷ നിരന്തരം പുതുക്കപ്പെടുന്ന ഭാഷയിൽ മനസ്സിലാക്കേണ്ടത്. വായിക്കാൻ പ്രേരിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. വളരെ തർക്കമുണ്ടാകുന്ന കാര്യങ്ങളാണ്. സാഹിത്യമായിട്ട് ബന്ധപ്പെടുന്ന സംവാദങ്ങളിൽ പലപ്പോഴും വലിയ തർക്കങ്ങൾ ഉണ്ടാകുന്നത് ആളുകളെ വെറുതെ വായിക്കാൻ പ്രേരിപ്പിക്കാൻ വേണ്ടിയിട്ട് പുസ്തകം എഴുതുന്നതും ശരിയല്ല, ആരും വായിച്ചാലും വായിച്ചില്ലെങ്കിൽ എനിക്ക് യാതൊരു പ്രശ്നവുമില്ല, ഞാനെൻ്റെ ആത്മസംതൃപ്തിക്ക് വേണ്ടിയിട്ട് എഴുതുന്നതാണ്, അല്ലെങ്കിൽ വായിക്കപ്പെടുന്നു എന്നത് ഒരു പുസ്തകത്തിൻ്റെ ഗുണമായിട്ട് കണക്കാക്കേണ്ടതില്ല. നമുക്ക് പലതരത്തിലുള്ള അഭിപ്രായങ്ങളാണ്, സ്വാഭാവികമാണ് അഭിപ്രായങ്ങൾ. പക്ഷെ ഞാൻ വ്യക്തിപരമായിട്ട് വിശ്വസിക്കുന്നത് നമ്മൾ ഒരു പുസ്തകം എഴുതി അച്ചടിച്ച് പ്രസിദ്ധീകരിക്കുന്നുണ്ടെങ്കിൽ അത് ആർക്കെങ്കിലും വായിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആരും വായിക്കാനൊക്കെ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ ഈ ഘട്ടത്തിലേക്ക് നമ്മൾ പോകേണ്ട കാര്യം. വായിക്കാൻ ഉദ്ദേശിക്കപ്പെടുന്ന പുസ്തകമാണെങ്കിൽ ആരാണ് ഇത് വായിക്കേണ്ടത്, ഏത് തരത്തിലുള്ള വായനക്കാരെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്, അത് നമ്മൾ മനസ്സിലാക്കണം. ആ വായനക്കാരോട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുമെന്നും നമ്മൾ തിരിച്ചറിയും. അത് അത്ര എളുപ്പമുള്ള ഞാൻ പറഞ്ഞ ഏറ്റവും പുതിയ കാലത്ത് നമ്മൾ പറയും ചെറുപ്പക്കാരികളായിട്ടുള്ള ആളുകളൊന്നും തീരെ വായിക്കുന്നില്ല, വായനയൊന്നും പണ്ടത്തെ പോലെ ഇല്ല, ഇവരൊക്കെ മൊബൈൽ ഫോണിൽ വിരൽ കുത്തി സമയം കളയുന്ന ആളുകളാണെന്ന് കാട്ടുന്നത്. ഇതിലൊന്നും യാതൊരു സത്യവുമില്ല എന്നുള്ളത് നിങ്ങൾ ആദ്യം തിരിച്ചറിയും. നമ്മുടെ ചെറുപ്പക്കാരികളും അവരുടേതായ രീതിയിൽ അവർക്ക് താല്പര്യമുള്ള വിഷയങ്ങൾ, അവരുടെ ചിന്തകൾക്ക് യോജിക്കുന്ന കാര്യങ്ങൾ വായിക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്തു. അവർ നമ്മളൊരു വായനശാലയുടെ മുമ്പിൽ ഒരു ചർച്ച വെച്ചാൽ ചിലപ്പോൾ അവിടെ എത്തിയെന്ന് വരില്ല. അവർ വായിക്കുന്നത് ചിലപ്പോൾ അച്ചടിച്ച പുസ്തകങ്ങൾ തന്നെയാകണമെന്നില്ല. അവർ പങ്കെടുക്കുന്ന സംവാദങ്ങൾ പലപ്പോഴും ഓൺലൈനിൽ നടക്കുന്ന സംവാദങ്ങളായിരുന്നു. പലപ്പോഴും നമ്മൾ ഇതിനെയൊക്കെ ഒരു അത്ര നല്ലതല്ലാത്തതാണ് എന്നുള്ള ധാരണയിൽ ഇരുന്നൊരു കാലം. പക്ഷേ ഇന്ന് അതൊക്കെ ഒരുപാട് മാറി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. എൻ്റെ ഈ സുഗന്ധി എന്നുള്ള ആണ്ടാൾ ദേവനായകൻ നോവൽ വരുന്ന സമയത്ത് അതിൻ്റെ ആദ്യത്തെ ഒരു ചർച്ച 10 വർഷം മുമ്പാണ്. 2015 ഈ നോവൽ 14 ഡിസംബറിൽ വരും. 15 നടന്ന ഒരു ചർച്ചയിൽ എൻ്റെ വളരെ ഇഷ്ടപ്പെട്ട വളരെ അടുത്ത സൗഹൃദമുള്ളൊരു സുഹൃത്ത് ആ ചർച്ചയിൽ ഉന്നയിച്ചൊരു ചോദ്യം എന്താണെന്ന് ചോദിച്ചു. ഇതിൽ കാനഡയിലിരുന്ന് ഈ സുഗന്ധി ഒരു സ്കൈപ്പ് മീറ്റിംഗ് നടത്തി. അതിൽ ശ്രീലങ്കയിലുള്ള അവരുടെ സംഘത്തിൽപ്പെട്ട ആളുകൾ സംസാരിക്കും. അപ്പോൾ എന്നോട് ഉന്നയിച്ച ചോദ്യം എന്താണെന്ന് വെച്ചാൽ
ഇതെന്താ ഏതൊക്കെ മൾട്ടിനാഷണൽ കമ്പനിയുടെ ബോർഡ് മീറ്റിംഗാണ്. അതിൽ റവല്യൂഷൻ നടത്താൻ പോകുന്ന ആളുകൾ ഒരാൾ കാനഡയിൽ ഇരുന്ന് സ്കൈപ്പ് മീറ്റിങ്ങിൽ കൂടി ഇവിടെ ഇത്തരത്തിലുള്ള ടെക്നോളജിയും ഇതുപോലെയുള്ള കാര്യങ്ങളെല്ലാം മുതലാളിത്തത്തിൻ്റെ വളരെ ആസൂത്രിതമായി നമ്മളെ പിന്നോട്ടടിക്കാനുള്ള സൂത്രങ്ങളാണെന്ന് എന്തുകൊണ്ട് നിങ്ങൾ തിരിച്ചറിയുന്നില്ല? ഇതെല്ലാം എഴുത്തിലെങ്കിലും നിങ്ങൾക്കൊന്നും ഉപേക്ഷിച്ചുകൂടെ? എഴുത്തിലെങ്കിലും ഇത്തരം പുതിയ സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉപേക്ഷിച്ചുകൂടെ? നമ്മൾക്ക് ഇതിനോട് ചേർത്ത് ഞാൻ ആലോചിക്കുന്നത് വളരെ അടുത്തൊരു ദിവസം വളരെ പ്രധാനപ്പെട്ട ഒരു എഴുത്തുകാരൻ, ഞാൻ വളരെ റെസ്പെക്റ്റ് ചെയ്യുന്ന ആളാണ്, അത് എനിക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണ്. അത് എന്നോട് വളരെ സ്വകാര്യമായിട്ട് പറഞ്ഞത്, രാമകൃഷ്ണൻ ഇപ്പോഴും എങ്ങനെയാണ് എഴുതുന്നത്? അത് 2004 മുതൽ ഞാൻ കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യാണ്. ദിവസത്തിൽ ഒരു 3-4 പേജെങ്കിലും പേന ഉപയോഗിച്ച് എഴുതണം. ഇല്ലെങ്കിൽ ആ പേന ഉപയോഗിച്ച് എഴുതുന്നതിൻ്റെ ആ ഒരു സിദ്ധി നമുക്ക് നഷ്ടപ്പെട്ടു പോകും. ഞാനത് കുറ്റം പറയില്ല. കയ്യക്ഷരത്തിൻ്റെ ഭംഗി, ഇന്നിപ്പോൾ കയ്യക്ഷരത്തിൻ്റെ ഭംഗിക്ക് യാതൊരു പ്രസക്തി ഇല്ലാതെയായപ്പോൾ ഒരു കാലം. അപ്പം ഇത് ഞാൻ പറയാനുണ്ടായ ഒരു കാരണം, ഇപ്പം എന്നോട് ഈ സ്കൈപ്പ് മീറ്റിങ്ങിനെ പറ്റി തടസ്സവാദം ഉന്നയിച്ച വ്യക്തി ഇത് കഴിഞ്ഞ് കോവിഡ് വന്നു. കോവിഡ് കാലം വന്നപ്പോൾ ചില ഓൺലൈൻ മീറ്റിങ്ങൊക്കെ നടത്തും. ഇതൊരു മാഷാണ്, ടീച്ചർമാരും മാഷന്മാരും അതേപോലെ നല്ലൊരു അധ്യാപകനാണ്, നല്ല മനുഷ്യൻ. അപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇത് ഈ ചർച്ച കഴിഞ്ഞ് ഏകദേശം 5 വർഷത്തോടായി. എന്നോട് അന്ന് പറഞ്ഞ കാര്യം അദ്ദേഹം പറഞ്ഞു, പക്ഷെ എനിക്കതിൽ ഓർമ്മയില്ല. എന്നോട് പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, മാഷെ നമ്മളൊരു ഗൂഗിൾ മീറ്റ് വെച്ചിട്ടുണ്ട്, ഇപ്പം അതൊക്കെയല്ലേ പറ്റൂ, ഒന്ന് പങ്കെടുക്കാം. അപ്പോൾ ഗൂഗിൾ മീറ്റിൽ ഞാൻ പറഞ്ഞു ഞാൻ പങ്കെടുക്കാം, എന്താ വരുക. അപ്പോൾ ഏതോ ഒരു ലിറ്ററേച്ചറുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. നമ്മൾ അക്കാലത്ത് 100 കണക്കിന് ഗൂഗിൾ മീറ്റിൽ സൂം മീറ്റിങ്ങിലൊക്കെ പങ്കെടുക്കും. അപ്പോൾ ഇതിനെയൊക്കെ സംശയിച്ച് നിന്നിരുന്ന ആളുകൾ ഇപ്പോൾ ഗൂഗിൾ മീറ്റും സൂം മീറ്റും ഒക്കെ നടത്തി അതിൻ്റെ ലിങ്കുകൾ അയച്ചു തരികയും അതിൽ പങ്കെടുക്കാൻ പറയുമ്പോൾ ചെയ്യുന്ന രീതിയിൽ ടെക്നോളജി കുറേ കൂടെ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നു. ആ ടെക്നോളജിയാണ് വാസ്തവത്തിൽ ഇപ്പോഴത്തെ സംവാദങ്ങളെ, സാഹിത്യവുമായി ബന്ധപ്പെട്ട പല പ്രവർത്തനങ്ങളെ കേരളത്തിന് പുറത്ത് ജീവിക്കുന്ന പ്രവാസികളായുള്ള ആളുകൾക്ക് സജീവമായിട്ട് പങ്കെടുക്കാൻ കഴിയുന്ന തരത്തിലേക്ക് മാറ്റിയത് ഇതൊക്കെ ടെക്നോളജിയുടെ ഗുണമാണ്. ടെക്നോളജിയെ നമ്മൾ പോസിറ്റീവായിട്ട് തന്നെ മനസ്സിലാക്കും. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങളിൽ വളരെ സജീവമായി പങ്കെടുക്കുന്ന നിരവധി ചെറുപ്പക്കാരാണ്. അവർ അവരുടേതായിട്ടുള്ള ചില വ്യത്യാസങ്ങൾ, അവരുടെ കാഴ്ചപ്പാടുകളൊക്കെ ഉണ്ടാവും. നമ്മൾ ചിന്തിക്കുന്ന അതേപോലെ അവർ ചിന്തിക്കണമെന്നോ, നമ്മൾ ചിന്തിക്കുന്ന പോലെ അവർ ചിന്തിച്ചാൽ പിന്നെ അവരെന്തും നമ്മളെക്കാൾ 10-40 കൊല്ലങ്ങൾക്ക് ശേഷം ജനിച്ച് വളരുന്ന ആളുകൾ നമ്മൾ ചിന്തിക്കുന്ന പോലെ തന്നെയാണ് ചിന്തിക്കുന്നതെങ്കിൽ പിന്നെ ലോകത്തിനെന്താണ്? നിരന്തരമായിട്ട് മാറിക്കൊണ്ട് പുതുക്കപ്പെട്ടുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, ഈ പുതിയ കാലത്തെ മാറ്റങ്ങളെ, അവരുടെ ചിന്തകളെ, അവരെ കൂടി മനസ്സിലാക്കിക്കൊണ്ട് എഴുതിയാൽ മാത്രമേ അവരിലേക്ക് നമുക്ക് എത്താൻ കഴിയൂ. അതേപോലെ തന്നെ ടിക്കോരെയും സുഗന്ധിയും അതിന് ശേഷമുള്ള പുസ്തകങ്ങളൊക്കെ എഴുതുമ്പോൾ ഞാനറിയാം സമയം ഇല്ലാത്തതുകൊണ്ട് കൺക്ലൂഡ് ചെയ്യുകയാണ്. മനസ്സിലായ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ മനസ്സിലേക്ക് എത്തുന്ന ഒരു വിഷയം, ഒരു ബേസിക് ത്രെഡ് ഉണ്ടാവുമല്ലോ. ഓരോ നോവലിലും ഓരോ തരത്തിലായിരിക്കും. ഇപ്പോൾ ആൽഫയിൽ ഇങ്ങനെ വരുന്നൊരു സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയിൽ നിന്നാണ് നമ്മൾ ആ ത്രെഡിലേക്ക് എത്തിയതെങ്കിൽ, കച്ചവട മുതലാളിത്തത്തിന് വളരെ ഹിംസാത്മകമായ ഒരു ആഘോഷത്തിൽ നിന്നാണ് ഇട്ടിക്കോരയിലേക്ക് എത്തിയത്. ശ്രീലങ്കയിൽ നടന്ന വളരെ അതിക്രൂരമായ ഒരു ആഭ്യന്തര യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് സുഗന്ധി എഴുതപ്പെടുന്നത്. അതേപോലെ ഓരോ നോവലിലേക്ക് നമ്മൾ എത്തുന്നത് അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമാണ്. യുദ്ധങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട് സുഗന്ധിയിലൊക്കെ എഴുതുന്ന സമയത്ത്, അതിനുവേണ്ടി നടത്തുന്ന അന്വേഷണങ്ങളുടെ സമയത്തൊക്കെ ഈ യുദ്ധത്തിൻ്റെ ഗതികേടും ദുരിതങ്ങളും നേരിട്ട് അനുഭവിച്ച ഒരുപാട് ആളുകളെ കണ്ടും അവരോട് സംസാരിച്ചിട്ടുമാണ് നമ്മൾ ഇന്ന് ഇത് സംസാരിക്കുമ്പോൾ കുറേ കൂടെ പ്രസക്തമാണെന്ന് എനിക്ക്. യുദ്ധത്തിനെക്കുറിച്ച് അടുത്ത ദിവസങ്ങളിലൊക്കെ ടെലിവിഷൻ ചാനലുകളിൽ ആവേശത്തോടു കൂടി ആളുകൾ സംസാരിക്കുന്നതിപ്പോൾ ഭയമാണ് തോന്നുന്നത്. എന്താണെന്ന് വെച്ചാൽ
നേരിട്ടത് അനുഭവിച്ച ആളുകളെ കണ്ട് നമ്മൾ സംസാരിക്കുമ്പോഴാണ് അതിൻ്റെ എത്ര ക്രൂരമാണ്, എത്ര വേദനാജനകമാണ്, എത്ര ദുരിതമയമാണ് ജീവിതം. ഒരു രാജ്യത്തിന് വലിയ ദുരിതത്തിലേക്ക്, ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയാത്തൊരു ദുരിതത്തിലേക്കാണ് ആ യുദ്ധം ശ്രീലങ്ക എന്ന് പറഞ്ഞ രാജ്യത്തിനെ എത്തിച്ചത്. ഇപ്പോഴും കരകയറാൻ പറ്റാതെ കഷ്ടപ്പെടുന്ന ഒരു രാജ്യമായിട്ട് മാറിയിരിക്കുന്നതൊക്കെ ഒരു 30-40 കൊല്ലത്തോളം നീണ്ടു നിന്ന ആഭ്യന്തര യുദ്ധത്തിൻ്റെ ഫലമാണ്. ഒരു യുദ്ധം വെറുതെ ആവേശം കൊള്ളുന്ന രീതിയിലുള്ള കാര്യമല്ല, അത് വലിയ ദുരിതങ്ങളിലേക്കാണ്. ഞാൻ ഈ കഴിഞ്ഞ 3 ദിവസങ്ങളിലും ചിന്തിച്ചിരുന്ന അതിർത്തിക്ക് അപ്പുറത്തും ഇപ്പുറത്തുമുള്ള വളരെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ ആ രാത്രികൾ എത്ര ഭയമുള്ളത്. നമ്മളിവിടെ കേരളത്തിൽ ഈ അറ്റത്തിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ചെറുതായിട്ടൊക്കെ പേടിക്കാം, എന്നാലും അത്ര കണ്ട് ഭയം തോന്നില്ല. എത്ര ഒരു ഹിംസയ്ക്ക് ഒരു തരത്തിലുള്ള ന്യായീകരണമില്ല. ഹിംസ കൊണ്ട് ഒരു പ്രശ്നവും പരിഹരിക്കപ്പെടുന്നു. ഹിംസയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഹിംസ മാത്രമാണ്. വയലൻസ് കൊണ്ട് പരിഹരിക്കാമെന്ന് ധരിക്കുന്നത് വലിയ അപകടമാണ്. എന്ന് വെച്ചാൽ നമ്മളെല്ലാം സമാധാനത്തിൻ്റെ വക്താക്കളാകുന്നത് നമ്മളെ വ്യക്തിപരമായിട്ട് വയലൻസ് ബാധിക്കാത്ത നിമിഷം വരെയാണ്. അത് ബാധിക്കുന്നതോടുകൂടി നമ്മൾ ഇന്ന് മാറും. അപ്പം അത്തരത്തിലുള്ളൊരു കാലത്തിനെയാണ് സുഗന്ധിയിൽ നമുക്ക് അഭിസംബോധന ചെയ്യുന്നത്. ഇതേപോലെ ഓരോ വിഷയങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ അതിനെക്കുറിച്ച് വളരെ സമയമെടുത്ത്, നോവലിലൊക്കെ ആകുമ്പോൾ നോവലിന് വേണ്ടി 4-5 കൊല്ലമൊക്കെ മെനക്കെടും. ഞാൻ എൻ്റെ മിക്കവാറും പുസ്തകങ്ങൾ 4-5 വർഷം മെനക്കെട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ പലപ്പോഴും ടിക്കോറിയുടെ അടുത്ത ഭാഗം എന്താ വരാൻ വൈകുന്നതിന് വരും. അത്ര എളുപ്പമല്ല. നമ്മൾ ഒരുപാട് അന്വേഷണങ്ങൾ, വായനകൾ, യാത്രകൾ, നിരവധി ആളുകളായിട്ട് നടത്തുന്ന സംഭാഷണങ്ങൾ നിന്നൊക്കെയാണ് തിരിച്ച് വരുന്നത്. നിങ്ങളൊരു നോവൽ എഴുതാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന വിഷയത്തെ വളരെ ഡീപ്പായിട്ട് പഠിക്കുക, അതുമായിട്ട് ബന്ധപ്പെടുന്ന എല്ലാ കാര്യങ്ങളും കിട്ടാവുന്നത്ര മനസ്സിലാക്കുക, എന്നിട്ട് അതിനെ നിങ്ങളുടെ ഭാവന കൊണ്ട് പൊലിപ്പിച്ചെടുക്കുക. വെറുതെ ശൂന്യതയെന്ന് ഭാവന ഉണ്ടാകും. നമ്മൾ വളരെ സ്ട്രഗിൾ ചെയ്തിട്ട് നമ്മൾ ആർജിക്കുന്ന അനുഭവങ്ങളുടെ അറിവിൻ്റെയും അടിസ്ഥാനത്തിൽ നിന്ന് തന്നെയാണ് ഭാവന. അപ്പം അതിലേക്ക് പോകാൻ ശ്രമിക്കുക. ഏറ്റവും നല്ല രീതിയിൽ വായനക്കാരനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഷ ഉപയോഗിക്കുക. ഭാഷ കൊണ്ടുള്ള കേളി നമ്മൾ പറയില്ലേ, പ്ലേ ഓഫ് ലാംഗ്വേജ്. സാഹിത്യത്തിൻ്റെ പ്ലഷർ ഓഫ് ടെക്സ്റ്റ് എന്ന് പറയും. നിങ്ങൾ സാഹിത്യം പഠിക്കുന്ന ആളുകളൊക്കെയാണ് നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ. ഈ പ്ലഷർ ഓഫ് ടെക്സ്റ്റിൻ്റെ വളരെ പ്രൈമറി ആയിട്ടുള്ളൊരു ഘടകമാണ് ഭാഷ കൊണ്ടുള്ള ഒരു കേളിയിൽ നിന്നുണ്ടാക്കുന്ന ഒരു പ്ലഷർ. പക്ഷേ അങ്ങനെയാണെങ്കിൽ കൂടി അത് ദുരൂഹവും സങ്കീർണവുമാവുമ്പോൾ പലപ്പോഴും ആളുകൾക്ക് വേണ്ട രീതിയിൽ എത്താതെ പോയി. അതുകൊണ്ട് സുതാര്യമായിരിക്കുക എന്നതാണ് ഇക്കാലത്ത് എഴുത്തിൽ ആവശ്യപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത് ഇതിനോട് ചേർത്ത് പറയാനുള്ള കാര്യം, ഇന്നത്തെ വായനക്കാർ അല്ലെങ്കിൽ വായനക്കാർ പുസ്തകത്തിൽ വായിക്കാൻ തുടങ്ങുമ്പോൾ അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ സാധ്യതയുള്ള പലതരത്തിലുള്ള കാര്യങ്ങൾ ചുറ്റും നടക്കും. ഇപ്പോൾ നോവൽ നിങ്ങൾ വായിക്കാൻ സുരേന്ദ്രൻ്റെയോ ലിസിയുടെയോ എൻ്റെയോ ആരുടെയെങ്കിലും ഒരു നോവൽ നിങ്ങൾ എടുത്ത് വായിക്കാൻ തുടങ്ങും. മുൻകാലങ്ങളെ പോലെ ഈ നോവൽ കുറച്ചിങ്ങനെ വായിക്കുമ്പോഴേക്കും സോഷ്യൽ മീഡിയയുടെ പ്രലോഭനം ഉണ്ടാവും, വിഷ്വൽ മീഡിയയുടെ പ്രലോഭനങ്ങളുണ്ടാവും, പലതരത്തിലുള്ള പ്രലോഭനങ്ങളുടെ ഉള്ളിലായിരിക്കും നിങ്ങൾ. എഴുത്തുകാരൻ അല്ലെങ്കിൽ എഴുത്തുകാരിക്ക് തൻ്റെ എഴുത്തിലൂടെ വായനക്കാരനെ പൂർണ്ണമായിട്ട് തൻ്റെ പുസ്തകത്തിലേക്ക് പിടിച്ചു നിർത്താൻ കഴിഞ്ഞാൽ മാത്രമേ വായനക്കാരൻ കൈവിട്ടു പോകാൻ. അപ്പം അതിന് ഭാഷ കഴിയുന്നത്ര സുതാര്യമായിരിക്കുക, അതേ സമയത്ത് തന്നെ വായിക്കാൻ പ്രേരിപ്പിക്കുന്നതായിരിക്കുക, അതുവരെ അവർ വായിച്ചിരുന്ന മനസ്സിലാക്കിയിരുന്ന ജീവിതത്തിൽ നിന്നും ലോകത്തു നിന്നും വ്യത്യസ്തമായ ഒരു അനുഭവത്തിൻ്റെയും അറിവിൻ്റെയും മണ്ഡലത്തിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുപോകും. അപ്പോൾ ഒരു 10, 20, 25 പേജ് കഴിയുമ്പോഴേക്കും ഈ പുസ്തകം നമ്മൾക്ക് വായിച്ചേ പറ്റൂ എന്നുള്ളൊരവസ്ഥയിലേക്ക് വായനക്കാർക്ക് എത്തും. ഈ വായന നടന്നാൽ മാത്രമേ സാഹിത്യം ഉദ്ദേശിക്കുന്ന അടുത്ത കാര്യങ്ങളെല്ലാം അതിൽ കൂടെ നടക്കും. വായനക്കാരൻ വായിച്ചാലല്ലേ അയാളുടെ മനസ്സിൽ സംവാദങ്ങൾ ഉണ്ടാവുകയും മറ്റ് ചിന്തകൾ ഉണ്ടാവുകയും ദാർശനികമായ കാര്യങ്ങൾ നടക്കുകയും ഒക്കെ ചെയ്യും. വായിപ്പിക്കുക എന്നുള്ളൊരു വലിയൊരു ചലഞ്ച് ഉണ്ട്. മുൻകാലങ്ങളിൽ അങ്ങനെയല്ല. ഇപ്പോൾ ഞാനൊക്കെ നാട്ടിലെ ലൈബ്രറിയിൽ പുസ്തകം എടുത്തുകൊണ്ടുവന്ന് വായിക്കുന്ന സമയത്ത് ഒരു സംഗതി നമ്മളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നില്ല. ഒരു കാര്യമില്ല. ഇലക്ട്രിസിറ്റിയും കൂടി ഇല്ലാത്ത കാലമാണ്. ഇന്ന്
അതല്ല. ഇന്നത്തെ ആളുകൾ വായിക്കുന്നവരുടെ അവസ്ഥയതല്ല. അത് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്നത്തെ ഒരു വായനക്കാരനെ സംബന്ധിച്ച് ഈ ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും അറിയുന്നതാണ്. ഈ ഒരു ഗ്ലോബൽ തിങ്കിങ് ഉള്ള വായനക്കാർ, അവരുടെ ചിന്തകൾ കേരളത്തിൻ്റെ ഒരു ജോഗ്രഫിക്കൽ സ്പേസിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ചിന്തകൾ, വളരെ വിശാലമായിട്ട് ചിന്തിക്കുന്ന, വിശാലമായി കാണുന്ന, വിശാലമായ വായനകളുള്ള, പല വിഷയങ്ങളെക്കുറിച്ചും അറിയുന്ന ആളുകൾ. അപ്പം അങ്ങനെയുള്ളൊരു വായനക്കാരനെ വായിപ്പിക്കുമ്പോൾ അതിൽ നിന്ന് അപ്പുറത്തേക്ക് പോകാനുള്ള ശ്രമങ്ങളുണ്ടായി. ഭാവനയാണ് നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഇത് ഒരു പുതിയ എന്തെങ്കിലും ഒരു അറിവോ പുതിയ എന്തെങ്കിലും ഒരു കാര്യമോ വായനക്കാർക്ക് കൊടുക്കുന്നില്ല. അതൊക്കെ വായനക്കാരെ സംബന്ധിച്ച് വളരെ എളുപ്പത്തിൽ കിട്ടുന്ന കാര്യം. അതിൽ നിന്ന് നിങ്ങളുടെ ഇമാജിനേഷനോടുകൂടി നിങ്ങൾ എന്താണ് അതിൽ ചെയ്യുന്നത്, നിങ്ങളെന്താണ് പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യുക, നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയാണ് ഏറ്റവും പ്രധാനം. അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന കാര്യം സുതാര്യമായൊരു ഭാഷയിൽ സുതാര്യമായ എഴുത്തിലൂടെ വായനക്കാരിലേക്ക് എത്തിക്കുക. സ്വാഭാവികമായിട്ടും നിങ്ങളുടെ എഴുത്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുമെന്നാണ് എനിക്ക് ഇത്രയൊക്കെയാണ് പ്രാഥമികമായിട്ട് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. എൻ്റെ സമയം അധികമായ സംശയമുണ്ട്. വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു സെഷനാണ് ഇപ്പോൾ കഴിഞ്ഞത്. നന്ദി സർ. അടുത്തതായിട്ട് നമ്മൾ സംസാരിക്കാൻ വേണ്ടി സുരേന്ദ്രൻ മങ്ങാട്ട് സാറിനെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ട ക്യാമ്പ് അംഗങ്ങളെ, നമ്മുടെ കഥാഭൂപടം സെഷൻ അതിൻ്റെ ഏറ്റവും വലിയ പ്രധാനമായ ഭാഗം ടി ഡി രാമകൃഷ്ണൻ സാറ് പറഞ്ഞു കഴിഞ്ഞു. വലിയൊരു നമുക്ക് ഇപ്പം നിങ്ങൾക്ക് മാത്രമല്ല ഞാൻ ഉൾപ്പെടെയുള്ളവർക്ക് കൂടി മനസ്സിലാകാവുന്ന രീതിയിലാണ് അദ്ദേഹം വളരെ ലളിതമായ രീതിയിലുള്ള കാര്യങ്ങൾ അവതരിപ്പിച്ചത്. ഞാൻ 2003 നേരിട്ട് നിയമനം ലഭിച്ച എസ് ഐ ആകുന്നത്. അതിന് മുമ്പ് 5 വർഷം പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു, പോലീസുകാരനായിരുന്നു. 98 പോലീസുകാരനായിട്ട് വരുന്നത്. ആ കാലഘട്ടങ്ങളിലൊക്കെ പോലീസ് ആകുന്നതിന് മുൻപ് തന്നെ എഴുത്തിനോട് താല്പര്യമുണ്ടായിരുന്നു, വായനയോട് താല്പര്യമുണ്ടായിരുന്നു. എനിക്കൊന്ന് വായനശാലയിൽ, ഞങ്ങളുടെ വായനശാലയിലെ മെമ്പറായിരുന്നു, ലൈബ്രറിയനായിരുന്നു. ഞാൻ വെറും 17 വയസ്സിലാണ് ഞാൻ ലൈബ്രറിയനായിരുന്നു. ഈ ലൈബ്രറിയനാകാൻ കാരണം വായനശാലയിലെ മുഴുവൻ പുസ്തകങ്ങളും വായിക്കണമെന്നുള്ളൊരു ഉദ്ദേശത്തോടോ ദുരുദ്ദേശത്തോടോ കൂടിയായിരുന്നു. മൊത്തം പുസ്തകങ്ങൾ ഞാൻ വായിച്ചു തീർത്തിട്ടുണ്ട് എൻ്റെ വായനശാലയിൽ. അപ്പോൾ വായനയോട് വല്ലാത്തൊരു ലഹരിയായിരുന്നു വായന. ഇന്നത്തെ കാലത്ത് ഇല്ലാതായി പോകുന്നതിൻ്റെയും ഒരു പ്രശ്നമുണ്ട്, പിന്നെ പറയാം. അപ്പം അന്ന് നല്ലപോലെ വായിക്കുകയും അന്നത്തെ കാലത്ത് ഞങ്ങളുടെ ഭാഗങ്ങളിലൊക്കെ ഈ അറിവ് മേഖലയിൽ, ഈവൻ നമ്മുടെ നാട്ടിക അങ്ങനെയൊക്കെ മേഖലയിലെ നാടകങ്ങളോടാണ് ചെറുപ്പക്കാർക്ക് താല്പര്യമുള്ളത്. നാടകങ്ങളാണ്. അപ്പം ഞാൻ കൊച്ചു ഏകാംഗ നാടകങ്ങളൊക്കെ അന്നത്തെ കാലത്ത് എഴുതിയിരുന്നു. കഥയേക്കാൾ ഉപരി നാടകങ്ങളാണ് അന്നത്തെ കാലത്ത് എഴുതിയത്. സ്കിറ്റുകൾ എഴുതുക, നാടകങ്ങൾ എഴുതിയിട്ട് സ്കൂളുകളിൽ കുട്ടികൾക്ക് കളിക്കാൻ കൊടുക്കുക. ഏകാംഗ നാടകങ്ങൾ 15-20 മിനിറ്റൊക്കെ വരുന്ന നാടകങ്ങളായിരുന്നു അന്നത്തെ കാലത്തെ എഴുത്തിനേക്കാൾ കൂടുതൽ. ഈ കവിതകളൊക്കെ കൂടുതൽ. പിന്നീട് പതുക്കെ ചെറുകഥകളിലേക്ക് വരികയും ചെറുകഥകൾ എഴുതുകയും, എനിക്ക് തോന്നുന്നു 99-2000 കാലഘട്ടത്തിലാണ് ഞാൻ എൻ്റെ ആദ്യത്തെ നോവൽ എഴുതാനൊരു ശ്രമം, ഞാൻ പോലീസിലാണ് ആ സമയത്ത് നോവൽ എഴുതാനൊരു ശ്രമം തുടങ്ങുന്നത്.
ഏകദേശം 4-5 വർഷം നീണ്ടിട്ടാണ് കർമ്മപ്രിയ എന്ന് പറയുന്ന എൻ്റെ ആദ്യത്തെ നോവൽ എഴുതുന്നത്. എനിക്ക് തോന്നുന്നൊരു 2003 കാലഘട്ടങ്ങളിൽ ഞാൻ SI ട്രെയിനിങ്ങിൻ്റെ ഇടയിലാണ് അതിൻ്റെ DTP വർക്കുകളൊക്കെ ഞാൻ ചെയ്യിക്കുന്നത്, പുറത്ത് കൊണ്ടുപോയിട്ട് ചെയ്യിക്കുന്നത്. അതായത് മറ്റേ ട്രെയിനിങ്ങിൻ്റെ സമയത്ത് തളർന്നു കിടക്കുന്ന സമയത്ത് ഈ മറ്റെന്താ പറയുക പരിശീലനം, ഗ്രൗണ്ട് പരിശീലനമൊക്കെ കഴിഞ്ഞ് രാത്രിയാണ് ഞാൻ എൻ്റെ എഴുത്തൊക്കെ നോക്കി അവസാനം മറ്റേ പുറത്തേക്ക് എന്തെങ്കിലും ലീവിനൊക്കെ പോകുന്ന എൻ്റെ ഒപ്പമുള്ള SI ട്രെയിനിയുടെ കയ്യിൽ, എനിക്കിപ്പോൾ ഓർമ്മ റഹീം എന്ന് പറഞ്ഞാൽ കാസർഗോഡുള്ള SI ട്രെയിനിയുടെ കയ്യിലാണ് DTPക്ക് കൊടുത്തുവിടുന്നത്. അത് കഴിഞ്ഞ് അവനതവിടെ കൊടുത്തിട്ട് അടുത്ത 2-3 മാസം കഴിഞ്ഞിട്ടാണ് ആ സാധനം തിരിച്ചു വാങ്ങിക്കുക, തിരുത്തിയിട്ട് വീണ്ടും അയക്കുക. അങ്ങനെ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ആദ്യത്തെ നോവൽ എഴുതുന്നത്. 2007 ആ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്. ഓരോ നോവൽ എഴുതാനും 4-5 വർഷം എടുത്തിട്ടുണ്ട്. നോവലിൻ്റെ കനം 130-140 പേജ് ഉണ്ടാകുള്ളൂ. പക്ഷേ 5 വർഷമൊക്കെ എടുത്ത സമയം. ഇപ്പോൾ കാളമരച്ച പേരുകൾ എന്ന് പറയുന്ന നോവല് അത് 270 പേജുണ്ട്. ആ നോവല് 300 പേജോളം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ക്രോപ്പ് ചെയ്ത് എഡിറ്റ് ചെയ്ത് അത് 269 പേജോളുണ്ട്. ആ നോവലിൽ തന്നെ എനിക്ക് 5.5 വർഷം സമയമാണ് ഞാൻ എടുത്തത്. വെൺമനാട് മുതൽ ഗോതുരുത്ത്, എറണാകുളം ഗോതുരുത്ത് വരെയുള്ള മേഖലയിൽ പോയി പഠിച്ച് ആ സ്ഥലങ്ങൾ കണ്ടും ആ സ്ഥലങ്ങൾ കണ്ടു പരിചയിച്ച് അവിടെ കുറേ ആളുകളോടൊക്കെ സംസാരിച്ചിട്ടും ചില കാര്യങ്ങളൊക്കെ കേട്ടറിഞ്ഞും മറ്റെന്താ പറയുക ചില ചരിത്രകാരന്മാരെ ഈ അവിടെ ഒരു ബാലഗോപാലൻ, ചാണൽ ബാലഗോപാലൻ പിന്നെ അദ്ദേഹത്തോട് കുറേ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞിട്ടൊക്കെയാണ് ആ നോവല് എഴുതി. അപ്പോൾ ഓരോ പുസ്തകത്തിൻ്റെ പുറകിലും നമുക്ക് എന്താ പറയുക അതിന് അധ്വാനമുണ്ട് എഴുതണമെങ്കിൽ. അതിൻ്റെ പുറകിൽ കുറേ വർക്കുകളുണ്ട്. അപ്പം അതുപോലെ തന്നെ പുതിയ കാലത്തെ എഴുത്തിന് ഇപ്പം TD സാർ പറഞ്ഞോണം, പുതിയ കാലത്തെ എഴുത്തിന് പുതിയ വായനകൾ വേണം. ഇപ്പം എൻ്റെ രാജമുദ്ര കേസ് ഡയറി എൻ്റെ അവതാരിക എഴുതി തന്നത് TD രാമൻ സാറാണ്. അദ്ദേഹം വന്ന് എഴുതുന്നപ്പോൾ എനിക്ക് അതിലൊരു വാക്ക്, ഇന്നത്തെ കാലത്ത് വളരെ സുപരിചിതമായ വാക്ക്, എനിക്കൊരു സംശയം വന്നു. ജോണർ ശൈലി എന്ന് പറഞ്ഞാൽ ജോണർ, റോണർ എന്നുള്ള രീതിയിൽ ശൈലി എന്ന വാക്കിൽ ഉപയോഗിക്കുന്ന സാറ് എഴുതുന്ന സാറിന് ഞാൻ വിളിച്ചു, സാറിൻ്റെ റോണർ എന്നാണ് കാണുന്നത്, എനിക്കൊരു സംശയം. അപ്പോൾ സാർ അത് ശൈലി എന്നാക്കി മാറ്റിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ സാറ് പഠിച്ചു, സാർ അപ്ഡേറ്റഡാണ്, സാറ് പഠിച്ചു. ഞാനപ്പോഴും എനിക്ക് സംശയമാണ് റോണർ എന്ന് ഉപയോഗിക്കാൻ പാടും. ഞാൻ സാറിന് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാൻ ചോദിച്ചിട്ടുണ്ട് സാറിനോട് റോണർ എന്ന് ഉപയോഗിക്കാൻ പാടും സാറിന് ശൈലി എന്ന് മാറ്റിക്കോളൂ എന്ന് പറഞ്ഞാൽ എനിക്കത് മാറ്റി എഴുതി തന്നു. അപ്പോൾ അത് അപ്ഡേറ്റഡ് ആകണം നമ്മൾ ഇന്നത്തെ കാലത്തെ. ഇപ്പോൾ തന്നെ പല വാക്കുകളും നമ്മളറിയാം, നമ്മുടെ കാലഘട്ടത്തിൽ മറ്റു ശരിയല്ലാത്ത വാക്ക്, ഇപ്പോൾ പൊളിച്ചു, തകർത്തു, ചെടി, ചളി എന്ന് പറഞ്ഞ വാക്കുകളൊക്കെ ഇന്നത്തെ കാലത്ത് പുതിയ വാക്കുകളാണ്. നമ്മുടെ അന്നത്തെ കാലത്ത് നമുക്കതൊരു വളരെ വൃത്തിയായിട്ടാകുന്ന സുഖമില്ലാത്ത വാക്കുകൾ. പൊളിഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് പൊളിഞ്ഞു എന്നുള്ളതാണ്. പക്ഷെ ഇപ്പോൾ പൊളിച്ചു എന്ന് പറഞ്ഞാൽ വേറെ, തകർത്തു, തൂക്കിയടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാലത്ത് പഴയ കാലത്ത് അതൊന്നും സുഖമുള്ള വാക്കുകളല്ല. അപ്പോൾ പല വ്യത്യാസങ്ങളുണ്ട് ഇന്നത്തെ വാക്കുകൾക്കൊക്കെ. അപ്പോൾ അതൊക്കെ നമ്മൾ പഠിക്കണം. എനിക്ക് തോന്നുന്നത് ഇന്നത്തെ കുട്ടികളുടെ വായനയുടെ ഇതിൽ വ്യത്യാസം, അല്ലെങ്കിൽ ഇന്നത്തെ സർഗപരമായ കഴിവുകൾ അല്ലെങ്കിൽ മറ്റു കഴിവുകൾ ആർജിക്കുന്നതിനുള്ളൊരു വലിയൊരു ഇടവ് എനിക്ക് തോന്നുന്നത് ഭാവനയുടെ ഒരു കുറവ് വരുന്നുണ്ട്. ഭാവന ശൂന്യതയാണ് ഇന്നത്തെ യുവത നേരിടുന്ന ഒരു പ്രശ്നമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഭാവനയുടെ ഒരു ശൂന്യത, ഭാവന ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇവിടെയുള്ള കുറേയേറെ പ്രശ്നങ്ങൾക്ക് കാരണം. ഒന്നും ഭാവനയ്ക്ക് നമ്മൾ ഇടം കൊടുക്കുന്നില്ല. നമ്മളെല്ലാം എന്താ പറയുക, എല്ലാം കാഴ്ചകൾക്കാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. ഈ കാഴ്ചയും വായനയും തമ്മിൽ വ്യത്യാസമുണ്ട്. കാഴ്ചയാകുമ്പോൾ നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനൊന്നുമില്ല. കാഴ്ച നമുക്ക് മുന്നിലെല്ലാം കണ്ടിട്ട് സിനിമ കാണുന്നവരെല്ലാം കണ്ടിട്ട് നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ തലച്ചോറിനെ ഒന്നും ഉത്പാദിപ്പിക്കേണ്ടി വരുന്നില്ല, അല്ലെങ്കിൽ ഒന്നും തലച്ചോറ് പ്രത്യേകിച്ചൊന്നുമില്ല, ഇങ്ങനെ ആസ്വദിക്കുക മാത്രമേ വേണ്ടി വരുന്നുള്ളൂ. എങ്കിൽ വായനയാണെങ്കിൽ എന്തായാലും ഇപ്പോൾ ഒരു 3 നില കെട്ടിടത്തിന് മുകളിൽ നിന്ന് ചാടുന്നു എന്ന് വയ്ക്കാം. 3 നില കെട്ടിടത്തിന് മുകളിൽ ചാടുന്നു. അതൊരു സിനിമയാണെങ്കിൽ മമ്മൂട്ടിയോ മോഹൻലാലോ സുരേഷ് ഗോപി ആരെങ്കിലും ആകട്ടെ, അവർ ചാടുമ്പോൾ നമ്മൾ കാണുന്നത് 3 നില കെട്ടിടം കാണുന്നുണ്ട്, ആ കെട്ടിടത്തിൽ നിന്ന് ചാടുന്നു, ചീട്ടുണ്ട്, ജനാലി, ഇതൊക്കെ നമ്മളൊന്നും വേറെ ചിന്തിക്കുന്നില്ല. എങ്കിൽ ഒരു നോവലിൻ്റെ എഴുത്തിൽ പച്ചപ്പാർന്ന മൈതാനത്തിനോട് ചേർന്ന് നിൽക്കുന്ന ആ ബിൽഡിങ്ങിൻ്റെ അവിടെ നിന്ന് ജനൽ തുറന്ന് കഥാനായകൻ പേരെന്തോ ആകട്ടെ, കഥാനായകൻ അല്പം ബുദ്ധിമുട്ടി താഴേക്ക് ഒന്ന് നോക്കി പരിഭ്രമിച്ച് അദ്ദേഹം ചാടി എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഇതെല്ലാം എന്തായി, നമ്മുടെ ഉള്ളിലെല്ലാം
ഭാവന കൊണ്ട് നമ്മൾ ഈ 3 നില ബിൽഡിങ്ങിന് നമ്മൾ ഉള്ളിൽ സങ്കല്പിക്കുക. എങ്കിൽ സുരേന്ദ്രൻ മനസ്സിൽ വിചാരിക്കുന്ന പോലെയല്ല സുഭാഷിന് വിചാരിക്കുക. സുഭാഷ് വേറെ രീതിയിലായിരിക്കും, ഈ 3 നില വേറെ രീതിയിലാണ്. ചിലപ്പോൾ പച്ചയായിരിക്കില്ല, ചിലപ്പോൾ ചുവപ്പ് ബിൽഡിംഗ് ആയിരിക്കും, ചിലപ്പോൾ വെള്ള ബിൽഡിംഗ് ആയിരിക്കും. അല്ല ഇപ്പോൾ രാമനേട്ടൻ വിചാരിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ DC വിചാരിക്കുന്നത്, ഇതൊക്കെ വ്യത്യാസമായിരിക്കും. നമ്മൾ ഓരോരിൽ നിന്നും ഓരോരുത്തരും വ്യത്യാസമായിരിക്കും. അതാണ് ഭാവനയുടെ വ്യത്യാസം. അപ്പോൾ ഈ ഭാവനയുടെ ഒരു കുറവാണ്, ഭാവനയുടെ ഒരു ശൂന്യതയാണ് ഇന്നത്തെ കാലത്തെ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. അത് ഈ വായനയുടെ കുറവാണ്. ഇപ്പോൾ വായിക്കുക എന്നുള്ളത് ആരുടെ ആയിക്കൊള്ളട്ടെ, എന്തും ആയിക്കൊള്ളട്ടെ, വായിക്കുക എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ്. ഞാനിപ്പോൾ ഇപ്പം ഞാൻ കോഴിക്കോട് ആയിരുന്നു കഴിഞ്ഞ 4 വർഷം, കോഴിക്കോട് ക്രൈംബ്രാഞ്ച് DSP ആയിരുന്നു. ഇപ്പം ഞാൻ വരുന്ന സമയത്ത് അഗർത്ത എന്ന് പറയുന്ന നോവൽ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. നിസാർ ഇൽത്തുമിഷിൻ്റെ അഗർത്തയ്ക്ക് തൊട്ട് മുമ്പ് നൂറുൽ മുനീർ പൂർണ്ണാനന്ദ എന്ന് പറയുന്ന ആ നിസാറിന് തന്നെ മറ്റൊരു പുസ്തകം വായിക്കുകയാണ്. എത്ര തിരക്കുണ്ടെങ്കിലും പുസ്തകങ്ങൾ വായിച്ചുകൊണ്ട് വേറൊരു എഴുത്തുകാരൻ്റെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ ഉടനെ അദ്ദേഹത്തെ വിളിച്ച് നന്നായി എന്ന് കൂടി പറയും, നന്നായിട്ടുണ്ട്. അതല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ അതും ഞാൻ പറയാറുണ്ട്, വിളിച്ച് പറയും നന്നായിട്ടുണ്ട് കേട്ടോ, അല്ലെങ്കിൽ ഇതിൽ ഇന്നത് സംഭവം കൊള്ളാം, അല്ലെങ്കിൽ ഈ ഭാഗം കുറച്ചും കൂടി ഇങ്ങനെ ആക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നന്നായിരുന്നു എന്നും പറയും. അത് ഇഷ്ടപ്പെട്ടത് മാത്രമാണ് ഞാൻ പറയാറുള്ളൂ, അങ്ങനെ വിളിച്ച് പറയാറുണ്ട്. അപ്പം എന്ത് തന്നെയായാലും മറ്റുള്ളവരുടെ പുസ്തകങ്ങൾ വായിക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ഈ അടുത്ത് നമ്മളൊരു ചെറുകഥാകൃത്തിനെ, ഞാനല്ല, എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചപ്പോൾ ആ സുഹൃത്ത് എന്നോട് പറഞ്ഞാണ്, ആ കഥാകൃത്തിനോട് ഇന്ന കഥയെക്കുറിച്ച് പറഞ്ഞപ്പോൾ പുള്ളിയോട് പറഞ്ഞു, ഇന്ന ആളുടെ മറ്റൊരു കഥാകൃത്തിൻ്റെ ഈ കഥ മാതൃഭൂമിയിലൊന്നും ഈ കഥ വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ വായിച്ചിട്ടില്ല. അപ്പോൾ അദ്ദേഹം വായിക്കുന്ന അദ്ദേഹത്തിൻ്റെ കഥകൾ മാത്രമാണ് അദ്ദേഹം വായിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ പല എഴുത്തുകാരും പലരുടെ സ്വന്തം കഥ മാത്രമേ വായിക്കുന്നുള്ളൂ, മറ്റുള്ളവരുടെ കഥ വായിക്കുന്നില്ല. നമ്മുടെ കഥയല്ല, നമ്മുടെ കഥകൾ ഉപരി മറ്റ് കഥകൾ വായിക്കണം. എങ്കിലേ ടി ഡി സാറ് പറഞ്ഞോണം എന്തൊക്കെ മാറ്റങ്ങൾ നമ്മുടെ അവിടെ വരുന്നുണ്ടെന്ന് അറിയാൻ പറ്റും. നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ ആത്മസംതൃപ്തിക്ക് വേണ്ടിയിട്ടാണ് എഴുത്ത്. പ്രാഥമികമായിട്ട് പ്രഥമ പരിഗണന തന്നെയാണ്, ആത്മസംതൃപ്തിക്ക് വേണ്ടി തന്നെയാണ്. പക്ഷേ എന്ത് ചെയ്യണം? വായനക്കാരനെ കൂടി, അല്ലെങ്കിൽ വായിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ വായിക്കാൻ പ്രചോദിപ്പിക്കുന്ന എന്തെങ്കിലും അതിൽ ഉണ്ടായിരിക്കണം. അതല്ലെങ്കിൽ വായിക്കില്ല. പക്ഷെ പഴയ കാലത്ത് അങ്ങനെയല്ല. സാർ പറഞ്ഞോണം, ഇപ്പോൾ തുറന്നു പറയും, ഇപ്പോൾ നമ്മുടെ ഗോവർദ്ധൻ്റെ യാത്രകളോ അതല്ലെങ്കിൽ മരുഭൂമിയിലുണ്ടാകുന്നത് വായിക്കണമെങ്കിൽ കുറച്ച് നേരം ഇരിക്കണം. ഒരു 2-3 ചാപ്റ്റർ പോയതിന് ശേഷമാണ് വണ്ടി സ്റ്റാർട്ടാവുള്ളൂ. ഷുവറാണ്. എന്തായിക്കോട്ടെ, ഗോവർദ്ധൻ്റെ ആൾക്കൂട്ടം, നിങ്ങൾ ആൾക്കൂട്ടം എടുത്ത് നോക്കൂ. ഇന്നത്തെ കാലത്ത് കുട്ടികൾ വായിക്കില്ല ആൾക്കൂട്ടം. ഞാൻ കൃത്യമായിട്ട് പറയണം. എങ്കിൽ അന്നത്തെ കാലത്ത് അങ്ങനെയല്ല, നമ്മളിരിക്കുകയാണ്, നമ്മൾ ബലമായിട്ട് അതിലേക്ക് പ്രവേശിക്കുകയാണ്. എങ്കിൽ 3-4 ചാപ്റ്റർ പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ വായനയുടെ ഒരു അനുഭൂതി, അല്ലെങ്കിൽ ഭാവനയുടെ ഒരു അനുഭൂതി നമ്മൾ അനുഭവിക്കുന്നുണ്ട്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് തുടക്കം മുതൽ തന്നെ ശ്രമിച്ചില്ലെങ്കിൽ പറ്റില്ല, അവിടെ നിന്ന് വെച്ചു, ആരായാലും അവിടെ വെച്ചു. കാരണം അതിനുള്ള സമയമില്ല. നമ്മൾ വളരെ ധൃതിയിലാണ്. നമുക്ക് ഒന്നിനും സമയമില്ലാത്തൊരു കാലഘട്ടത്തിലാണ്. അപ്പോൾ എഴുതുമ്പോൾ എപ്പോഴും വളരെ ലളിതമായി, വളരെ സുതാര്യമായി എഴുതാൻ ശ്രമിക്കുക. നല്ലപോലെ വായിക്കുക. ആരുടെ ആയിക്കൊള്ളട്ടെ, എന്തായിക്കൊള്ളട്ടെ, നല്ലപോലെ പുസ്തകം വായിക്കുക. ഇപ്പോൾ സിനിമാറ്റിക് എഴുത്തൊന്നും എഴുതുന്നത് ഞാൻ പറയില്ല, അങ്ങനെ എഴുതാൻ എനിക്ക് താല്പര്യമില്ല, ഞാൻ അങ്ങനെ എഴുതാറുമില്ല. പക്ഷെ എഴുതുമ്പോൾ നമ്മുടെ സംതൃപ്തിക്കാണെങ്കിൽ കൂടി സുതാര്യമാകാനും പെട്ടെന്ന് വായനക്കാരനെ കൂടി മുന്നിൽ. ഇപ്പോൾ ഒരു സിനിമ ഇറക്കുമ്പോൾ എന്താ നമുക്ക് സംതൃപ്തി വന്നാലും പ്രേക്ഷകരില്ലെങ്കിൽ ആ സിനിമ പോയില്ലേ, ആളുകൾ കാണണ്ടേ, ആളുകൾ കണ്ടാലല്ലേ സിനിമ നന്നാവുള്ളൂ. അതുപോലെ പുസ്തകം നന്നാവണമെങ്കിൽ കൂടുതൽ പേര് വായിക്കണം, അത് തീർച്ചയാണ്. കാരണം അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് നമ്മൾ എഴുതുന്നത്, എന്ത് സംതൃപ്തി ഉണ്ടെങ്കിൽ പോലും. അപ്പോൾ നമ്മുടെ സംതൃപ്തിക്കൊപ്പം തന്നെ മറ്റുള്ളവരുടെ ആ വായനക്കാരനെ ആകർഷിക്കാവുന്ന രീതിയിൽ ആ രീതി മുന്നിൽ കണ്ടുകൊണ്ട് എഴുതുന്നത് ഞാൻ എപ്പോഴും പറയില്ല, നമ്മുടെ സംതൃപ്തി തന്നെയാണ്. പക്ഷേ എങ്കിൽ പോലും വായന സുതാര്യമായ രീതിയിൽ നടക്കുന്നതിന് വേണ്ടി ഉള്ള എഴുത്ത് നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവണം. എഴുതാൻ ചിലരെന്നോട് പറഞ്ഞു, എങ്ങനെയാണ് എഴുതാൻ വേണമെങ്കിൽ വായന തന്നെയാണ്. എന്ത് വായന ആയിക്കോട്ടെ, ഈ റീഡിങ് ആയിക്കോട്ടെ, ഇപ്പോഴത്തെ പുതിയ മാധ്യമങ്ങളിലൂടെയുള്ള വായനകളാണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഏത് രീതിയിലുള്ള വായനയാണെങ്കിലും വായന നിർബന്ധമാണ്. ആ വായനയാണ് നിങ്ങളുടെ തലച്ചോറിനെ വികസിപ്പിക്കുകയുള്ളൂ, നിങ്ങളുടെ ഭാവനയെ വികസിപ്പിക്കുകയുള്ളൂ, നിങ്ങളുടെ കൈവിരലുകൾക്ക് ചലനശേഷി തരികയുള്ളൂ. കൂടുതൽ ഞാൻ ദീർഘിപ്പിച്ച് സംസാരിക്കുന്നില്ല. എന്തിനായാലും ടി ഡി സാറിൻ്റെ നല്ലൊരു പ്രഭാഷണം കേട്ടതിലുള്ള സന്തോഷം കൂടി പങ്കുവെച്ചുകൊണ്ട് കതിർ ശില്പശാലയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം കൂടി ക്യാമ്പംഗങ്ങളുടെ മുന്നിൽ പങ്കുവെച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.